നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന യുവതലമുറ എന്നുള്ളതാണ് മുസ്ലിം സമൂഹം ഇന്ന് ആഗോളതലത്തിൽ നേരിടുന്ന പ്രശ്നം. ഇസ്ലാം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇസ്ലാം രൂപപ്പെടുത്തിയ, അത് ശക്തിപ്പെടുത്തിയ, പ്രചരിപ്പിച്ച കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ആയുധപ്രയോഗമോ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനങ്ങൾ നിലവിൽ വരുമ്പോൾ ഇസ്ലാമിലെ ഫിഖ്ഹിന്റെ നിയമങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള മത നിന്ദാ കുറ്റം, അതേപോലെ തന്നെ മുർത്തദാവുമ്പോഴുള്ള കൊലപാതകം, മതത്തിനെതിരെയുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ, വിമർശനങ്ങൾ, വ്യതിചലനങ്ങൾ, ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്ര ഭരണഘടനകളിൽ പോലും എഴുതി ചേർത്തിട്ടുള്ള നിയമങ്ങളും ശിക്ഷാരീതികളും കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ഇസ്ലാമിൻ്റെ ഒരു യഥാർത്ഥ ആശയരാഹിത്യം അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയുന്നു. ഇസ്ലാം അത് അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു മാനവിക ദർശനമല്ല എന്നും അതിൽ ഈ പറയപ്പെടുന്ന മാനവിക മൂല്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് ദൈവികതയുടെ അംശമൊന്നുമില്ല എന്നും ദൈവവിശ്വാസം നിലനിർത്തിക്കൊണ്ടു ജീവിക്കുന്ന വിശ്വാസികൾക്ക് പോലും ബോധ്യപ്പെടുന്ന, എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ഒരു ദൈവത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവം, ആ ദൈവത്തിന് അള്ളാഹുവിനോ മറ്റെന്തെങ്കിലും പേര് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ജനവിഭാഗങ്ങളിൽ പോലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതം, ആ ഐഡിയോളജി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള രാഷ്ട്ര സംവിധാനങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ട്. ആളുകളെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആളുകൾ അതിനെ നിരസിച്ചുകൊണ്ട്, അത് ഉപേക്ഷിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഇസ്ലാമിക ലോകത്തിന് വലിയ തലവേദനയാണ്. അപ്പോൾ പല ഭാഗത്തും അതിനെ പലതരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് ഇസ്ലാം വിട്ടിട്ട് വരെ എവിടുക്കാ പോകുന്ന വലിയ ധാരണയൊന്നുമില്ല. ചിലവർ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നു, ചിലർ ഹിന്ദു മതത്തിലേക്ക് പോകുന്നു, ചിലർ മതമില്ലാതെ മുന്നോട്ട് പോകുന്നു, ചിലർ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിനകത്ത് തന്നെ ഇപ്പൊ നിലവിൽ നമ്മളിവിടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിന് പകരം അതേ ഖുർആൻ മുൻനിർത്തിയിട്ട് പുതിയൊരു ഇസ്ലാമിനെ, മാനവികമായിട്ടുള്ള ഒരു ഇസ്ലാമിനെ പുതിയതായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനെ. അതിനവർ ഉപയോഗപ്പെടുത്തുന്ന മാർഗം അല്ലെങ്കിൽ അവരുടെ വാദം എന്ന് പറയുന്നത് ഇസ്ലാം, മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, മഹാനായ മനുഷ്യൻ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇസ്ലാമിക സംവിധാനം അത് 10 വർഷം പോലും നിലനിന്നില്ല. അത് പെട്ടെന്ന് തന്നെ തകർന്നു. അതിനുശേഷം മുഹമ്മദിന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന മുആവിയയും അവരുടെ സന്താന പരമ്പരയും, അബൂ സുഫിയാനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ മുആവിയയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള യസീദും ഇതിനെ ഹൈജാക്ക് ചെയ്യുകയും മുഹമ്മദിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന, ഇസ്ലാമൊക്കെ പ്രശ്നമാണ് എന്ന തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ അവർ വഴി എഴുതിയുണ്ടാക്കുകയും മുഹമ്മദിനെ ഒരു മോശം മനുഷ്യനായി മുഹമ്മദ് ഉണ്ടാക്കിയ മതത്തിൽ തന്നെ വ്യാഖ്യാനിച്ചു വെക്കുകയും ആ മതം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കുകയും അധികാരം അവർ കൈയാളുകയും എന്നാൽ മുഹമ്മദിനെ ഏറ്റവും മോശക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായി ചിത്രീകരിക്കുകയും ചെയ്തു എന്ന ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മുആവിയ മുതൽ ഇങ്ങോട്ടുള്ള സകല ഇസ്ലാമിക നേതൃത്വത്തെയും സഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തള്ളിക്കൊണ്ട് അവർ ഈ ഖുർആനിനെ പുതിയ തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അത് ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. കേരളത്തിലും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ആശയധാരകളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത തലമുറയെ ഇസ്ലാമിനകത്ത് പിടിച്ചു നിർത്താൻ, ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിന് പുറത്തുള്ള സമൂഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ നിലവിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ, മുസ്ലിം കുടുംബങ്ങൾ ജനിച്ചു വീഴുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവർ ഇസ്ലാമിൽ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ എന്തെങ്കിലും സൂത്രപ്പണികളുണ്ടോ എന്ന് ആലോചിച്ച് നടക്കുകയാണ്. അതിന്റെ തത്രപ്പാടിലാണ് മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിട്ടുള്ളത്. അതിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം അദ്ദേഹം ഇന്നലെ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ച ഭാഗം, അതിന്റെ തുടക്കം ഒന്ന് ആദ്യം കേൾക്കാം. അദ്ദേഹത്തിന്റെ ആശങ്ക, ഇതൊരു രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെയുള്ള ഒരു ഈവനിങ് ക്ലാസ് ആണ്, ഇശാ നിസ്കാരത്തിനോട് സമയം ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്, മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ രാത്രിയിൽ ഇരുന്ന് ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകാനുള്ള കാരണം, അതിന്റെ പ്രതിരോധം, എന്തുകൊണ്ട് ഇസ്ലാം തന്നെ വേണം, ഇസ്ലാമിൽ നിന്ന് പോയാൽ എന്താ പ്രശ്നം ഉണ്ടാവുക, ഇതൊക്കെയാണ്. എങ്ങനെയാണ് ഇസ്ലാമിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ അതിനെ പാകപ്പെടുത്തേണ്ടത്, ഇതൊക്കെയാണ് അതിൽ പറയാൻ ശ്രമിക്കുന്ന അദ്ദേഹം. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് തുടങ്ങാം. നമ്മളൊക്കെ ഒരുപാട് ഭയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ആരാണ് സ്വതന്ത്രവാദത്തെ ഭയപ്പെടുന്നത്? സ്വതന്ത്രവാദത്തെ ഭയപ്പെടുന്നത് യഥാർത്ഥ മതവിശ്വാസികളാണ്. ഈ സ്വതന്ത്രവാദം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കയറി വരുമ്പോ അവിടെ ആദ്യമായി പടിയിറങ്ങി പോകുന്നത് ആ മനസ്സിലുള്ള മതവിശ്വാസമാണ്. അതുകൊണ്ടാണ് മതവിശ്വാസികൾ ഈ സ്വതന്ത്രവാദത്തെക്കുറിച്ച് വളരെ കൃത്യമായി ചർച്ച ചെയ്യുകയും അതിന്റെ അപകടത്തെക്കുറിച്ച് ലോകത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ പല ആളുകൾക്കും നമ്മളുടെ ഇടയിലൊക്കെ തന്നെയുള്ള, അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചവർക്കോ അല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കുന്നവർക്കോ പൊതുസമൂഹത്തിനൊക്കെയുള്ള
ഒരു ആശങ്കയാണ്. കാരണം മതപരമായ ഏത് വിഷയം പറയുമ്പോഴും അല്ലെങ്കിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ആര് പറയുമ്പോഴും ഏത് വിമർശനം ആരുന്നയിച്ചാലും അതിലൊക്കെ ചാടി കയറി ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങൾ മാത്രം ഉദ്ദേശിച്ചാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രതിരോധിക്കും എന്ന നിലവാരത്തിൽ വരുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. എന്തുകൊണ്ടാണ് ഇത് എന്ന് പല ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതിന്റെ കാരണം ഇസ്ലാമിന് ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനകത്തു നിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കഥ തീരും. കാരണം അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. മതനിയമങ്ങൾ, രാഷ്ട്ര നിയമങ്ങൾ, വ്യക്തി നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ. ഈ നിയമങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ സ്വാതന്ത്ര്യമില്ല, ചിന്താ സ്വാതന്ത്ര്യമില്ല, സമ്പൂർണമായ കീഴൊതുങ്ങലാണ്, അടിമത്തമാണ്. ആരോടാണ്? ദൈവത്തോടാണ്. അപ്പൊ ദൈവത്തോട് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെതായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തെ, ആ മതനിയമത്തെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ ആ രാജ്യത്തിന്റെ ശരീഅത്ത് നിയമത്തെ, ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം അതത് പ്രദേശത്തുള്ള ഉമ്മത്ത്, മഹല്ല് തുടങ്ങിയിട്ടുള്ള ആ സമൂഹത്തെ മൊത്തത്തിൽ അവരുടെ വിധിവിലക്കുകൾ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ നോക്കി അങ്ങനെ ജീവിച്ചു പോവാം. ഇതാണ് സാധാരണഗതിയിൽ ഒരു മുസ്ലിം അനുവർത്തിക്കേണ്ടുന്ന രീതി. എന്നാൽ അതിൽ നിന്ന് ഒരു അണു വീണ അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാൽ, ഇപ്പൊ ജനാധിപത്യം വലിയൊരു ആശയമാണ്, നല്ലൊരു ആശയമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിന്റെ കഥ തീരും. മതനിരപേക്ഷത, മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഇത് ഏതെങ്കിലും സമ്പൂർണമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ കഥ തീരും. അതുകൊണ്ടാണല്ലോ ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ UDHR എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ അംഗീകരിക്കുന്ന സമയത്ത് അത് ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും അതിലുണ്ട്. എന്ത്? ലോകത്തുള്ള എല്ലാ മനുഷ്യരായി ജനിച്ചു വീഴുന്നവരെല്ലാം ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, ഭാഷ, ദേശ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ് എന്ന ആശയം ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ് ഇവര് കൊയ്റോയിൽ നിന്ന് വേറെ ഒരു ഇസ്ലാമിക് വേർഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ഉണ്ടാക്കി വിട്ടത്. അപ്പൊ അതുകൊണ്ട് പുതുതായി വരുന്ന ഏത് ചിന്തകളും, ഇസ്ലാമികമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായി വരുന്ന ഏത് നിയമങ്ങളും ഏത് ചിന്തകളും ആദ്യം നശിപ്പിക്കുക ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന്റെ അവകാശവാദങ്ങളെയാണ് എന്നതുകൊണ്ട് മതനിരപേക്ഷമായ എന്ത് ചിന്തകളെയും ദൈവവിരുദ്ധമായ എല്ലാ ആശയങ്ങളെയും അതാരായാലും എതിർക്കാൻ ആദ്യം മുന്നിട്ടിറങ്ങുക ഇസ്ലാമാണ്. ആദ്യം നഷ്ടപ്പെടുക ഈമാനാണ്. അതുകൊണ്ട് ലോകത്തുള്ള മറ്റു ഒരു വിശ്വാസികൾക്കും ഇല്ലാത്തൊരു ജാഗ്രത മതനിരപേക്ഷ സമൂഹങ്ങൾ, മതരഹിത സമൂഹങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതിൽ മുസ്ലിം സമൂഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ മറ്റാരും തയ്യാറല്ലെങ്കിൽ ഇവര് അരയും തലയും മുറുക്കി ഇറങ്ങാൻ അവർ ബാധ്യസ്ഥരുമാണ്. അതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. അവിടെ നിന്നുകൊണ്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇങ്ങനെ ഒരു വാദം മനുഷ്യന് മതം അല്ലെങ്കിൽ പുനർജന്മം അല്ലെങ്കിൽ പരലോകം അല്ലെങ്കിൽ സ്വർഗനരകം ഇത്യാദി സംഗതികളൊന്നും ഇല്ല. അതൊക്കെ കെട്ടുകഥകളാണ്, പഴങ്കൻ കഥകളാണ്. മനുഷ്യൻ ജീവിക്കുന്നു, മരിച്ചു പോകുന്നു, അതോടുകൂടി എല്ലാം തീരുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് പരമാവധി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക. അവർ കാണുമല്ലോ, ഇവർ നോക്കുമല്ലോ, അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് പ്രശ്നമാവേണ്ട. നമ്മുടെ ശരീരമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ആസ്വാദനങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒന്നിലേക്കും നമ്മൾ പോകേണ്ടതില്ല എന്ന ഈ വാദം, ഇതിനെയാണ് ഇദ്ദേഹം സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ സ്വതന്ത്രവാദം എന്ന്. അതായത് ലോകത്തുള്ള മനുഷ്യർ സ്വന്തം ദേഹേച്ഛകളെ മാത്രം അനുസരിച്ചാൽ മതി, അതിന് മാത്രം വഴിപ്പെട്ടാൽ മതി, അതുമാത്രം പരിഗണിച്ചാൽ മതി എന്നതാണ് സ്വതന്ത്ര ചിന്ത എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല. അലിയാർ കാസിമി പറഞ്ഞ വഷളത്തരങ്ങളോട് നമ്മൾ പ്രതികരിച്ച വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇസ്ലാമിനെ നിലനിർത്തണമെങ്കിൽ ഇസ്ലാം അല്ലാത്തതൊക്കെ മോശമാണ് എന്ന് വരണം. കാരണം അതല്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. ഇസ്ലാമിന് സ്വന്തം നിലക്ക് ഒരു നിലനിൽപ്പില്ല, ഒരു അസ്തിത്വമില്ല, അത് മികച്ചതാണ് എന്ന് പറയാനുള്ള ഒരു മുതലും കയ്യിലില്ലാത്തത് കൊണ്ട് ഇസ്ലാം അല്ലാത്തതെല്ലാം മോശമാണ് എന്ന് വരിക. അത് ഏത് മതം എടുത്താലും അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തുക. എന്നാൽ മതരഹിതമായിട്ടുള്ള സമൂഹങ്ങളെ അല്ലെങ്കിൽ മതത്തിനെ പരിഗണിക്കാത്ത ആളുകളെ അവരങ്ങനെ ദേഹേച്ഛയുടെ പുറകെ പോകുന്നവരാണ്. അവർക്ക് യാതൊരു നിയമങ്ങളും ബാധകമല്ല എന്ന് വാദിക്കുന്നവരാണ്. അവർ സർവതന്ത്ര സ്വതന്ത്രം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ ധാർമ്മിക ബാധ്യതകളും അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന ആശയക്കാരാണ് എന്ന നുണ. ഇതങ്ങനെ പറയാൻ പറ്റുള്ളൂ. നുണ പറയുക എന്നുള്ളതാണ് ഇവരുടെ കയ്യിലുള്ള ഒന്നാമത്തെ ചെപ്പടി വിദ്യ. ഇനി ഇത് ഈ വീഡിയോയിലുടനീളം ഇദ്ദേഹം പല തരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സ്വതന്ത്രവാദം, ലിബറലിസം, ഇതൊക്കെ അതിന്റെ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് വായിച്ചു പഠിക്കാൻ കിട്ടും. നമ്മുടെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇന്റർനെറ്റുകളിലൊക്കെ ഈ ലിബറൽ ചിന്താഗതിയെ കുറിച്ച് കൃത്യമായ ലേഖനങ്ങളും കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ നല്ല പ്രയാസ സാധാരണക്കാർക്ക്.
അതിന്റെ പ്രയോഗങ്ങളും അതിന്റെ സങ്കല്പങ്ങളും ഒക്കെ ഭയങ്കര പ്രയാസം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടുപ്പ് തോന്നും. അത് വായിക്കാനോ പഠിക്കാനോ താല്പര്യമില്ലായ്മ. ഏതാണപ്പാ ഇതിന്റെ മൂലകൃതികൾ? ലിബറലിസം, സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ യുക്തിചിന്ത എന്നൊക്കെ പറയുന്നതിന് എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടൊക്കെ പോകുന്നത്? ഇസ്ലാം മതം ഉപേക്ഷിച്ച് ആളുകൾ പുറത്തു വരുന്നത് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അതിന് നിങ്ങൾ നാടടച്ച് അല്ലെങ്കിൽ കാടടച്ച് ബാക്കിയുള്ളതൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്താണ് നിങ്ങൾ ഈ പറയുന്ന ലിബറലിസം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, ഇതാണ് സ്വതന്ത്ര ചിന്ത നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് നാളെ ഏതെങ്കിലും കുട്ടികൾ ചോദിച്ചാലോ എന്നതുകൊണ്ടാണ് ഈ സന്ദേശം സിനിമയിലെ പാർട്ടി ക്ലാസിന്റെ നിലവാരത്തിൽ ഇദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് ലിബറലിസം, സ്വതന്ത്രവാദം എന്നൊക്കെ പറയുന്നതിന്റെ ആധികാരിക പ്രമാണങ്ങൾ ലഭ്യമാണ്. അതൊന്നും വായിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? ഇനി ഇദ്ദേഹം സാധാരണക്കാരനല്ലയോ? ഇദ്ദേഹം സാധാരണക്കാരനല്ല എങ്കിൽ ഇദ്ദേഹം വായിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യം ഇദ്ദേഹം എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക? എന്താണ് ഇദ്ദേഹം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും സ്വതന്ത്ര ചിന്ത എന്താണ് എന്നത് നമുക്ക് ഇടയിൽ പറയാം. നമുക്ക് കുറച്ചുകൂടി കേട്ടു പോകാം. അവിടെയൊക്കെ നമ്മുടെ സമൂഹത്തിന് വലിയ വലിയ ചില കാഴ്ചപ്പാടുകളിൽ അവർക്ക് വലിയ കാര്യങ്ങൾ പറയാണ്ട്. മതത്തിന്റെ താവട്ടത്തിന്റെ ഉള്ളിൽ ജീവിക്കേണ്ടവരല്ല നമ്മളെന്നും ഈ ലോകത്തിലെ ഏത് നന്മയെയും നമുക്ക് സ്വീകരിക്കാമെന്നും മതം പറയുന്നത് മാത്രമല്ല നന്മകളെന്നും മതത്തിനപ്പുറം ലോകത്ത് വേറെയും കുറെ നന്മകളുണ്ടെന്നും ഒക്കെ അവർ 1000 വാക്കുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ടിരുന്നു പോകും. പറച്ചോനെ, ഏത് ലോകത്തുനിന്ന് അവർ സംസാരിക്കണേ, എങ്ങനെ ഇവരോട് നമ്മൾ മറുപടി പറയാം? അവസാനം റബ്ബേ എന്റെ കുട്ടിനെ കാക്കണേ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ എണീറ്റ് പോകും. ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം അല്ലെ? വിശ്വാസികളായിട്ടുള്ള കുട്ടികൾ വന്നിട്ട് പറയാണ് മതം പഠിപ്പിക്കുന്നത് മാത്രമല്ല നന്മയും തിന്മയും, മതത്തിന് പുറത്തും നല്ലതുണ്ട്, എല്ലാ മതങ്ങളിലും നല്ലതുണ്ട്, മതങ്ങളില്ലാതെയും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. ഇതൊന്നും പറഞ്ഞാൽ ഇസ്ലാമിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാം ഇല്ലെങ്കിൽ ലോകം നശിക്കും, ഇസ്ലാമിന് ശേഷം പ്രളയം. ഈ രീതിയിൽ മാത്രമേ ഇസ്ലാമിന് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് ഇസ്ലാമിന്റെ അങ്ങേയറ്റത്തെ ഗതികേടാണ്. അതുകൊണ്ട് ആധുനിക ലോകത്ത് മുസ്ലിം കുട്ടികൾ പോലും വാപ്പാരോടും ഉമ്മാരോടും പറഞ്ഞിട്ട് അല്ലപ്പാ നിങ്ങളിപ്പോൾ എന്താ പറയണേ, മുസ്ലിങ്ങൾ മാത്രമേ നല്ല മനുഷ്യന്മാരുള്ളൂ എന്നാണോ? അതോ ഇസ്ലാം മാത്രമാണ് ശരി എന്നാണോ? ഇസ്ലാമിൽ ഇല്ലാത്ത പല നന്മകളും പുറത്ത് മതങ്ങളിലുണ്ടല്ലോ, അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നം. അത് സമ്മതിച്ചു കൊടുത്ത പിന്നെ എന്താ ഇസ്ലാം? ഏതുപോലെ ഇസ്ലാമിന് പുറത്തുള്ള നന്മ, മനുഷ്യർ കണ്ടെത്തിയ നന്മ അല്ലെങ്കിൽ മൂല്യങ്ങൾ, ഉദാഹരണമായിട്ട് മനുഷ്യർ നിയമപരമായിട്ട് എല്ലാ മനുഷ്യരും സ്വന്തമായി മീൻസ് ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ രാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുള്ള UDHRന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു ആശയം പേറുന്ന ഒരു ചിന്തയാണല്ലോ അടിമത്തം ഇല്ലാതിരിക്കുക എന്നുള്ളത്. എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സുള്ളവരാണെന്ന്. ഇസ്ലാമിനത് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം മതം പഠിപ്പിക്കാത്ത നന്മയോ മതം പറയാത്ത തിന്മയോ അടിമത്ത ഹറാമാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കഥ? പറയാൻ പാടില്ല, അടിമത്ത ഹലാലാണ്. അതിന്റെ ക്രയവിക്രയങ്ങൾ പോലും അനുവദിക്കപ്പെട്ട മതമാണ്. അപ്പൊ ആരെങ്കിലും ചോദിച്ചിട്ട് അല്ലപ്പേ ഈ അടിമത്തൊക്കെ ഇസ്ലാമിൽ ഹലാലാണല്ലോ, അത് മനുഷ്യന്മാരല്ലേ പിന്നെ നിരോധിച്ചത്, അത് ഇപ്പോ ശിക്ഷ ഉള്ള നിയമമൊക്കെ ആക്കി മാറ്റിയിട്ടുള്ളത് മനുഷ്യന്മാർ കണ്ടുപിടിച്ച നിയമല്ലേ എന്ന് ചോദിച്ചാൽ കഥ കഴിഞ്ഞു. അപ്പൊ പാപ്പാന്റെ മുമ്പിൽ പിന്നെ ആകെ ഉത്തരവൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആകെ എന്ത് സംഭവിക്കും? പഠിച്ചോനെ ജൻ എന്റെ കുട്ടനെ കാക്കണേന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ സമയമായി പറഞ്ഞ് എഴുന്നേറ്റ് പോകും. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിപ്പോ വാപ്പാനോടും ഉമ്മാനോട് ചോദിക്കുമ്പോഴല്ല, മൗലിയുടെ അടുത്ത് ചെന്നാലും ഈ ഉസ്താദിന്റെ അടുത്ത് നാളെ ഒരു കുട്ടി ചെന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഉസ്താദെ അടിമത്തത്തിന്റെ ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? ആകെ പറയാൻ പറ്റുന്നത് ഇസ്ലാമിലെ അടിമത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട സാധാരണ അടിമത്തല്ല, അത് കുറച്ച് സ്പെഷ്യൽ അടിമത്താണ് എന്ന് പറയാം. പക്ഷെ അടിമത്തത്തിന്റെ ഹുക്കും എന്താന്ന് ചോദിച്ചാൽ എന്താ? ഹലാലാണ്. അപ്പൊ കുട്ടി പറയും മഴസലാമ, കുട്ടി എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ ഉസ്താദ് പറയും അജയ് എനിക്ക് അസറിസ്കരിക്കാൻ സമയമായി, ഞാൻ ഇപ്പോൾ വരാം, നമുക്ക് പിന്നെ കാണാം. പിന്നെ ഇതൊക്കെ അള്ള തരേണ്ടതാണല്ലോ എന്ത് ഹിദായത്തെ. അതുകൊണ്ട് ഇങ്ങനത്തെ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഇബ്ലീസാണ്. ഞാൻ തോർക്കാം. എന്നിട്ട് കുട്ടീൻ്റെ പാനോടും മാനോടും പറയും നിങ്ങളും തോർക്കും. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? അള്ള ഹിദായത്ത് കൊടുത്താലേ കിട്ടുള്ളൂ. ഞാൻ എന്തായാലും നിസ്കരിക്കട്ടെ എന്നിട്ട് ഉസ്താദ് എഴുന്നേറ്റ് പോകും. ഈ ഉസ്താദിൻ്റെ അടുത്ത് പോയാലും ഇതേ അവസ്ഥയാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ആരുടെ അടുത്ത് എങ്ങനെ ചോദിച്ചാലും അതിന്റെ ശുഭ പര്യവസാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ശരിക്കായിരിക്കും. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഈ വലിയ അപകടത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാവണം, നല്ല ബോധമുണ്ടാവണം. അല്ലെങ്കിൽ നമ്മളെ ജീവനക്കാളേറെ നാം സ്നേഹിക്കുന്ന നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്വപ്നങ്ങളെ തല്ലി തകർത്ത് അവർ മതമില്ലാത്ത ഒരു ജീവിയായി, മതമില്ലാത്ത ഒരു ജീവനായി, മതമില്ലാത്ത ഒരു ജീവിതമായി അവർ മാറിപ്പോകും. ഉറപ്പാണ്. എന്താ ചെയ്യാ? എന്താ പ്രതിവിധി? അത് കൂടിയാലോചിക്കാനാണ് മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ഇനി ഇദ്ദേഹം എന്താണ് ഇസ്ലാം, എങ്ങനെയാണ് ഇസ്ലാമിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്, എന്താണ് സ്വതന്ത്ര ചിന്ത, എന്താണ് സ്വതന്ത്രവാദം, ഇസ്ലാം ഇല്ലാതായാൽ എന്തൊക്കെ സംഭവിക്കും, ഇതൊക്കെയുള്ള പക്ഷെ വല്ലാത്തൊരവസ്ഥയാണ്. ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കുറ്റമല്ല, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നറിയാതെ ഈ മനുഷ്യർ പെടുന്ന കഷ്ടപ്പാട് പെടാപ്പാട് കാണുമ്പോൾ വാസ്തവത്തിൽ സഹതാപം തോന്നുന്നുണ്ട്. സത്യം പറയുക, സത്യം മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. എത്ര വലിയ കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളോടും പൊരുത്തപ്പെടാൻ
പാകപ്പെടുക, മനസ്സിനെ തയ്യാറാക്കുക, ഇത് മാത്രമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുക. അതിന് ശ്രമിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും, അത് ശരിയാവും. അത് മാത്രമേ മുമ്പിൽ മാർഗമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ആ ജീവിതത്തെ കൂടി ഒന്ന് അനുസ്മരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ആരോടും കടപ്പാടില്ലാത്ത സ്വതന്ത്രമായ ജീവിതമാണ് ജീവിതം എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും ഞാൻ എന്റെ സൃഷ്ടാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന ഇബ്രാഹിം നബിയുടെ ആ ജീവിതത്തിന്റെ രീതി ഉണ്ടല്ലോ, രണ്ട് വ്യത്യസ്തമായ വഴികളിലേക്ക് പോകുന്ന രണ്ട് ജീവിത രീതികളാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇബ്രാഹിമിനെ സ്മരിക്കേണ്ടുന്നത് എന്ന് നിങ്ങൾക്കറിയോ? മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഉണ്ടാക്കുന്നതിന്റെ 13 വർഷം കഴിയുമ്പോൾ 12 വർഷം അല്ലെങ്കിൽ 12ാമത്തെ വർഷം, നുബൂവത്തിന്റെ 12ാം വർഷം കൃത്യമായിട്ട് പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് കംപ്ലീറ്റ് ഒരു ഇബ്രാഹിമി ചായ്വിലേക്ക് മാറുക എന്നുള്ളത്. അതിനു മുമ്പ് ഈ കഥകളൊക്കെ പലതും പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം അതിനെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഉപയോഗപ്പെടുത്തുന്നതും അതിനെ ഒരു വികാരമായിട്ട് ഇസ്ലാമിനകത്തേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും ഒക്കെ മദീനയിലേക്കുള്ള പലായനത്തിന്റെ തൊട്ടു മുൻപായിട്ടാണ്. അതിന്റെ കഥകളൊക്കെ നമുക്ക് വേറെയും കിട്ടും. കഥകൾ പറഞ്ഞു പോകുന്ന സംഭവങ്ങളൊക്കെ പലതും ഉണ്ട്. പക്ഷെ ഇതിനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നതും അതിന്റെ ഇസ്ലാമിന്റെ ഭാഗമാക്കുന്നതും ചര്യകൾക്ക് ഇബ്രാഹിമി മില്ലത്ത് എന്ന ഒരു വിശേഷണത്തിലേക്ക് ഒതുക്കുന്നതും ഒക്കെ മക്ക കാലഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അതിന് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അന്ന് മുഹമ്മദ് പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ്. കാരണം ഇബ്രാഹിമി മില്ലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സമീന വാതഴന എന്നുള്ളതാണ്. ദൈവം എന്ത് പറഞ്ഞോ അത് അങ്ങ് അനുസരിക്കുക. അതിന് വേറെ ചോദ്യം പറച്ചില്, സിമ്പതി, എമ്പതി വക പരിപാടികളൊന്നുമില്ല. അതിന്റെ വരുംവരായികളെ കുറിച്ചുള്ള ചിന്തയില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഈ ഇബ്രാഹിമി മില്ലത്തിൽ ഉറച്ച ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം തന്നെ അത് പറയട്ടെ, വിശദീകരിക്കട്ടെ. ഇതില് നമ്മളോട് അല്ലാഹു തആല സ്വീകരിക്കാൻ കൽപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിത രീതിയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അപ്പം ഖുർആനിലൂടെ അല്ലാഹു പറയാന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി കൃത്യമായിട്ട് അത് പ്രയോഗിക്കുന്നു. മില്ലത്ത് ഇബ്രാഹിം ആണ് നിങ്ങൾക്ക് വേണ്ടത്. എന്താണ് മില്ലത്ത് ഇബ്രാഹിം? എന്താണ് മില്ലത്ത്? എന്താണ് സുന്നത്ത്? എന്താണ് വയലെന്ന് വരെ ചോദിച്ച ചില ആൾക്കാരുണ്ട്. വയൽ എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന പ്രഭാഷണം, മതപ്രഭാഷണം, പ്രബോധന പ്രഭാഷണം എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പൊ അത് ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ മില്ലത്തും സുന്നത്തും അത് മനസ്സിലാക്കണം. ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്, മുഹമ്മദ് നബിയുടെ സുന്നത്താണ്. രണ്ടും തമ്മിൽ ചെറിയ ബന്ധമുണ്ട്. അതായത് ഈ ഇസ്ലാമിലെ സുന്നത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ഇബ്രാഹിമിന്റെ മില്ലത്താണ് എന്ന് വെച്ച് എല്ലാ സുന്നത്തും മില്ലത്തല്ല, എല്ലാ മില്ലത്തും സുന്നത്തും അല്ല. പല കാര്യങ്ങളായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി എന്താണ് സുന്നത്ത്, എന്താണ് മില്ലത്ത്, ഇതുകൂടി മനസ്സിലാവണം. ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു വിശ്വാസി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇബ്രാഹിമിന്റെ മില്ലത്തും മുത്തുനബിന്റെ സുന്നത്തും ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇദ്ദേഹത്തിന്റെ വിശദീകരണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബിയുടെ സുന്നത്തും ഇബ്രാഹിമിന്റെ മില്ലത്തും കൂടി ഒരു വിശ്വാസിയിൽ സമന്വയിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നും ഞാൻ നിങ്ങൾക്ക് പറയാം. അത് അദ്ദേഹം ആദ്യം ഈ സുന്നത്തും മില്ലത്തും ഒന്ന് വേർതിരിച്ചേർട്ടെ. എന്താണ് മില്ലത്ത്? സുന്നത്ത് നമ്മൾ പഠിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്താണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്താണ് സുന്നത്ത്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞതോ പഠിപ്പിച്ചതോ ചെയ്തു കാണിച്ചതോ അംഗീകരിച്ചതോ കൽപ്പിച്ചതോ ഒക്കെയായ പ്രവാചകന്റെ ജീവിത ചര്യക്കാണ് നമ്മുടെ സുന്നത്ത് എന്ന് പറയുന്നത്. എന്നാൽ മില്ലത്ത് പറഞ്ഞാൽ എന്താ മില്ലത്ത്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. മുഹമ്മദ് നബി പറഞ്ഞത്, പ്രവർത്തിച്ചത്, ചെയ്തു കാണിച്ചത്, കൽപ്പിച്ചിട്ടുള്ളത് എല്ലാം വരും. മുഹമ്മദ് നബിയുടെ മാതൃക അത് പിന്തുടരലാണ് പ്രധാനമായിട്ട് സുന്നത്ത്. പിന്നെ എന്താ പറയുക, ഗ്രന്ഥങ്ങൾ എന്ന രീതിയിൽ പറയുമ്പോൾ അത് വേറെ അർത്ഥമുണ്ട്. എന്തായാലും ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വിശ്വാസി പുലർത്തേണ്ടുന്ന, പിന്തുടരേണ്ടുന്നത് മുഹമ്മദ് നബിയുടെ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും വാക്കുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ്. അതാണ് സുന്നത്ത്. എന്താണ് മില്ലത്ത്? അപ്പോ മില്ലത്ത് എന്ന് പറഞ്ഞാൽ ജീവിത ചര്യയല്ല. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ടതല്ല. അദ്ദേഹം ഒരു ദേവാലയത്തിലെ വിഗ്രഹങ്ങളെ മുഴുവനും തട്ടിത്തെറിപ്പിച്ച് അല്ലെങ്കിൽ കൊത്തിപ്പൊളിച്ച് കഷ്ണങ്ങളാക്കിയെങ്കിൽ നമുക്കതിന് അനുവാദമുണ്ടോ? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഇതര മതസ്ഥന്റെ ഒരു സഹോദരന്റെ ദേവാലയത്തിൽ കയറി ഒരു വിഗ്രഹമെങ്കിലും ഇബ്രാഹിം നബി ചെയ്തതുപോലെ തച്ചടക്കാൻ നമുക്ക് പാടുണ്ടോ? ഇബ്രാഹിം നബിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മാതൃകയായി പഠിപ്പിച്ചിട്ടില്ലല്ലോ. പക്ഷെ മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി ചെയ്തതാവുമ്പോൾ സുന്നത്താവൂലേ? എങ്ങനെയാണ് അതിന്റെ കണക്ക്? ഇബ്രാഹിമിന്റെ മില്ലത്ത് അനുസരിച്ച് മുഹമ്മദ് കഅബയിലെ വിഗ്രഹങ്ങൾ തച്ചൊടച്ച് കളഞ്ഞിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, എടുത്തു വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മക്ക കീഴ്പ്പെടുത്തിയ സമയത്ത് കഅബ എന്ന് പറയുന്ന ആ ആരാധനാലയത്തിനകത്തുള്ള സകല വിഗ്രഹങ്ങളെയും
അവിടെ നിന്ന് തച്ചൊടച്ച് കളഞ്ഞത് മുഹമ്മദ് നബിയാണ്. അത് ഇബ്രാഹിമിന്റെ മില്ലത്തായിട്ട് മുഹമ്മദ് നബി ചെയ്തതാണെങ്കിലും മുഹമ്മദ് നബി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അത് സുന്നത്തിന്റെ ഗണത്തിൽ വരുമോ ഇല്ലയോ? അത് നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഇബ്രാഹിമിന്റെ മില്ലത്തല്ല വിഗ്രഹാരാധനയെ എതിർക്കുക എന്ന് പറയുന്നതും വിഗ്രഹങ്ങൾ തകർക്കുക എന്ന് പറയുന്നതും ഇബ്രാഹിമിന്റെ മില്ലത്തല്ല, മുഹമ്മദ് നബീന്റെ സുന്നത്താണ്. ഇബ്രാഹിമിന്റെ മില്ലത്തിലും അത് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സുന്നത്തും മില്ലത്തായിക്കൊള്ളുന്നില്ല, എല്ലാ മില്ലത്തും സുന്നത്തായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം ഇബ്രാഹിമിന്റെ മില്ലത്തിലുണ്ട്, മുഹമ്മദ് നബീന്റെ സുന്നത്തിലുണ്ട്. പിന്നെ നമ്മളിവിടെ എല്ലാവരും മുസ്ലിങ്ങളെല്ലാവരും പിന്നെ ഇങ്ങനെ ചെയ്യാൻ പോവാണെന്ന് വെച്ചാൽ അല്ല. വിശ്വാസികളെല്ലാം അമ്പലങ്ങളുടെ വിഗ്രഹം തകർക്കാൻ പോകുന്നവരൊന്നുമല്ല. കാരണം എന്തുകൊണ്ടാ? സുന്നത്തിലും മില്ലത്തിലും ഒന്നും വലിയ നിഷ്ഠയില്ലാത്ത വിശ്വാസികളായിപ്പോയി. ഇനി ഈ വയത് പറയുന്ന വ്യക്തി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വഹാബി പ്രസ്ഥാനം ആശയം ഇസ്ലാമിക ലോകത്ത് മുസ്ലിം പ്രദേശങ്ങളിൽ ചില കാര്യങ്ങൾ വിഗ്രഹാരാധനയുടെ പരിധിയിൽ വരും എന്ന് പറഞ്ഞിട്ട് പള്ളി വരെ പൊളിച്ച പ്രസ്ഥാനത്തിന്റെ വക്താവാണ് എന്നിട്ട് ചോദിക്കുന്നത് അത് ഇബ്രാഹിം നബിന്റെ മില്ലത്ത് നമുക്ക് ചെയ്യാൻ ബാധ്യത ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഇദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വഹാബികൾ പറയട്ടെ, നിങ്ങൾ പള്ളികൾ പൊളിച്ചിട്ടില്ലേ? നിങ്ങൾ പള്ളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാധനാലയങ്ങളുടെ പ്രദേശത്തുള്ള പിന്നെ പ്രത്യേക നിർമ്മിതികൾ പൊളിച്ചിട്ടില്ലേ? കബറുകൾ പൊളിച്ചിട്ടില്ലേ? എന്തൊക്കെ പൊളിച്ചിട്ടുണ്ട് നിങ്ങൾ? നിങ്ങളുടെ മില്ലത്താണോ സുന്നത്താണോ? ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കാം. നിങ്ങൾ ആൾ കൊള്ളാലോ. പോട്ടെ, നിങ്ങൾ പറയും എന്താണ് മില്ലത്ത്? മില്ലത്ത് മനസ്സിലായി, സുന്നത്ത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി മില്ലത്ത്. പക്ഷേ ഇബ്രാഹിമി മില്ലത്ത്, ആ മില്ലത്തിനെ അള്ളാഹു നമുക്ക് ജീവിത രീതിയായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ മില്ലത്ത് എന്ന് പറഞ്ഞാൽ? മില്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വീക്ഷണമാണ്, അത് ജീവിതത്തിന്റെ ഒരു മാർഗമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചോ അതൊക്കെ ജീവിതത്തിൽ പൂർത്തിയാക്കിയവനാണ്. അതാണ് മില്ലത്ത്. അള്ളാഹ് എന്ത് പറഞ്ഞോ വരും വരായിക നോക്കാതെ ചെയ്യണം. ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടുന്ന 1-2 സംഭവങ്ങളുണ്ട്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ നമ്മൾ പറയാം. ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയ മനോഹരമായ ഒരു വിശേഷണമുണ്ട് ഖുർആനിൽ. ഇബ്രാഹിം അല്ലദീ വഫ. എന്ത് കൽപ്പിച്ചാലും അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അതിന്റെ നഷ്ടലാഭങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, അതിന്റെ സുഖ ദുഃഖങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, അതിന്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹു എന്ത് കൽപ്പിച്ചോ ആ കൽപ്പനകളെ അങ്ങനെ തന്നെ പൂർത്തിയാക്കിയ ഇബ്രാഹിം. ആ കൽപ്പന പൂർത്തിയാക്കി എന്നതിന്റെ ഉദാഹരണമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന, വിശ്വാസികളുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഒന്ന്, തന്റെ മകനെ പ്രസവിച്ച സ്ത്രീയെ, അത് ഇസ്ലാമിൽ ഭാര്യ എന്നൊക്കെ പറയും, കാര്യാക്കണ്ട, മരുഭൂമിയിൽ കൊണ്ടുപോയി മറ്റൊരു ഭാര്യയുടെ വാക്ക് കേട്ട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അവിടെ അള്ളാഹുവിന്റെ കൽപ്പന കേട്ടു, മകനെ മരുഭൂമിയിൽ മകനെയും മകന്റെ മാതാവിനെയും കൊണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഒന്നും ആലോചിച്ചില്ല, നേരെ പോയി. ഈ അള്ളാഹ് ഇത് കൽപ്പിക്കപ്പെട്ടത് എപ്പോഴാ? ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അല്ലേ? അപ്പൊ വാസ്തവത്തിൽ ഇത് ആരെയാണ് അനുസരിച്ചത്? വിശ്വാസികൾ ആലോചിച്ചാൽ മതി. രണ്ടാമത്തത്, ഈ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കി വിട്ടു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഈ അറക്കാൻ കൊണ്ടുപോകുന്ന ഒരു കേസുണ്ട്. മകനെ അറക്കണം എന്ന് പറഞ്ഞ സമയത്ത് മകനെ അറക്കാനും ഇബ്രാഹിം തയ്യാറായി എന്നുള്ളതാണ്. ഉപേക്ഷിച്ചു, പിന്നെ ആ മകനെ അറക്കണം എന്ന് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ മകനെ കൊല്ലാൻ വേണ്ടി ഇബ്രാഹിം തീരുമാനിച്ചു. ബലി കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മകനെ ബലി കൊടുക്കാനും ഇബ്രാഹിം തയ്യാറായി എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മുഹമ്മദിന്റെ ഇസ്ലാമിന്റെ വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അരയും തലയും മുറുക്കി മുഹമ്മദ് എന്ത് പറഞ്ഞോ അതിന്റെ ശരിതെറ്റുകളും വരും വരായികളും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ജിഹാദ് തുടങ്ങുന്നതിന്റെ ഏകദേശം 2-3 വർഷം മുൻപാണ് ഈ മില്ലത്തിന്റെ ഇംപ്ലിക്കേഷൻ അവിടെ നടക്കുന്നത്. അപ്പം മരിക്കും എന്നുറപ്പായാലും യുദ്ധത്തിന് പോവുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ സമ്പത്ത്, ഓഫ് കോഴ്സ്, മദീനയിലേക്ക് ചെല്ലുന്ന സമയത്ത് കയ്യിൽ പൈസയൊന്നുമില്ല, സമ്പത്ത് വേണം. അപ്പൊ നിങ്ങൾക്കുള്ളതെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ്. ആ മില്ലത്തിന് ഊക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? സ്വന്തം മകനെ ബലി കൊടുക്കാൻ പറഞ്ഞപ്പം വേറെ ഒന്നും നോക്കിയില്ല, ആകെ ഉണ്ടായിരുന്ന ഒരു മകനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു ഇബ്രാഹിം. അത്രയൊന്നും നിങ്ങളോട് അള്ളാഹ് ചോദിക്കണില്ലല്ലോ. ആ കിഴക്കേ മൂലയിൽ ഒരു 5 ഏക്കർ ഈന്തപ്പന തോട്ടം അതല്ലേ ചോദിക്കുന്നുള്ളൂ. അത് നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിലാണ് കൊടുത്താളി. ഇനി അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തൂടെ പോണ ഒരു കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അത് അള്ളാഹിന്റെ കൽപ്പന ഉണ്ട്, നമ്മൾ പോയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊള്ള മുതൽ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഊറി കിട്ടും. പക്ഷെ യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞിട്ട് പിന്തിരിയുന്നവൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നക്കാരനാണ്. ഓന് മില്ലത്തില്ല. ഇതാണ് മില്ലത്ത്. അപ്പൊ എന്താ മില്ലത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണോ പറഞ്ഞത് അത് അതുപോലെ അനുസരിക്കുക. വേറെ ചോദ്യം പറച്ചിലും സംശയം ചിന്തയും
തലച്ചോറ് ഓണാക്കലും ഒന്നും പറ്റില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നോ, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് പുറത്തുപോയി. ഇതാണ് മില്ലത്ത്. ഇതാണ് മില്ലത്ത്. എന്താണ് ആ വിശേഷണം? ഇബ്രാഹിം അല്ലദീ വഫ. എന്ത് കൽപ്പിച്ചാലും അതൊക്കെ പൂർത്തിയാക്കിയ ആ ഇബ്രാഹിമിന്റെ വർത്തമാനം നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇബ്രാഹിം നബിയുടെ വർത്തമാനം നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? അള്ളാഹുവിന്റെ ചോദ്യം. അപ്പോ ഈ ചോദ്യം ചോദിച്ച പശ്ചാത്തലമാണ് ഞാനിപ്പോ ഇതിനു മുമ്പ് വിശദീകരിച്ചത്. അപ്പൊ മുഹമ്മദ് വളരെ കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഇബ്രാഹിമിന്റെ മില്ലത്ത് കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നു. അള്ളാഹുവിനെ മുഹമ്മദിനെയും വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ച് പിന്നെ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരാൻ വല്ല പ്രശ്നമുണ്ടോ? അതുകൊണ്ട് അങ്ങനെ മുഹമ്മദ് ആ കാര്യം സക്സസ് ആവുന്നു. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യം കൽപ്പിക്കുന്നുണ്ടോ ആ കൽപ്പനയുടെ ലാഭനഷ്ടങ്ങൾക്കപ്പുറം അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ അത് ഞാൻ എന്റെ ജീവിതത്തിൽ പാലിക്കണം. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതം. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം, ഒന്ന് ഓർത്ത് വെക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒന്നുകൂടി ഓർത്ത് പറയേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ഈ കാലഘട്ടത്തിൽ, മുഹമ്മദ് നബിയുടെ കാലത്ത്, ഇബ്രാഹിമിന്റെ കാലം കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ മില്ലത്ത് ഇബ്രാഹിം എങ്ങനെയാ പിന്തുടരുക? സമീഅന വഅതഅന, കൽപ്പിക്കപ്പെട്ടു, അനുസരിച്ചു. ചിന്ത, യുക്തി, മനനം, ചോദ്യം, സംശയം എന്നിത്യാദി ഒരു കലാപരിപാടികളും അനുവദനീയമല്ല. അങ്ങനെ ചെയ്തോ നിങ്ങൾ മില്ലത്തിന് പുറത്തുപോയി. കാരണം ഇബ്രാഹിം നബി തിരിച്ചു ചോദിച്ചിട്ടില്ല, അല്ലേ എനിക്ക് ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു ആൺകുട്ടിയല്ലേ, ഇതിനെ തന്നെ ഞാൻ ഇറക്കണം, ഒരാടും കുട്ടിനെ അറുത്താൽ പോരെ എന്ന് ഇബ്രാഹിം ചോദിച്ചോ? ഇല്ല. അങ്ങനെ ചോദിച്ചാൽ അവിടെ ഇബ്രാഹിമിന്റെ ഈമാനിന്റെ പ്രശ്നമാണ്. എന്നതുപോലെ നിങ്ങളോട് മതം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് തെറ്റോ ശരിയോ എന്ന് ആലോചിക്കരുത്. ആലോചിക്കുന്നത് നിങ്ങൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം. ഇതാണ് ആധുനിക കാലത്ത് പല കുട്ടികൾക്കും പറ്റുന്ന വലിയ അബദ്ധം. ഇസ്ലാമിലുള്ള കാര്യങ്ങൾ അത് ആധുനിക മൂല്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കാം. ഈ നന്മ ഇസ്ലാമിലുണ്ടോ? തരിക ഉണ്ടാവില്ലല്ലോ. ഇത് വേറൊരു ഉസ്താദ് പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നെ കേൾക്കാം. ആധുനികമായ മൂല്യങ്ങൾ ഇസ്ലാമിലുണ്ടോ എന്ന് ടോർച്ചടിച്ച് നോക്കിയാൽ കിട്ടൂലല്ലോ, കാരണം അതിലില്ലല്ലോ. അത് ആധുനിക സമൂഹത്തിൽ പുതിയ തലമുറയ്ക്ക് പറ്റുന്ന വലിയ പിഴവാണ്. അപ്പൊ ആ പിഴവില്ലാതെ ഇരിക്കുക, മില്ലത്ത് ഇബ്രാഹിമിൽ ഉറച്ചു നിൽക്കുക എന്നത് മാത്രമാണ് ആധുനിക കാലത്ത് ഇസ്ലാമിനെ നിലനിർത്താൻ രക്ഷിതാക്കളും കുട്ടികളും അടുത്ത തലമുറയും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞതാണ് എം അക്ബർ. നബി ചെയ്തിട്ടുണ്ടോ അത് നല്ലത്. കാരണം മില്ലത്ത് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നല്ലതാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ അത് ശരി, ഇസ്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് തെറ്റ്. ഇങ്ങനെയാണ് അടിമത്തത്തിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാനുള്ള പാകത്തിലേക്ക് ഇവർ വരുന്നതും ദത്ത് സമ്പ്രദായം ഭീകരമായ എന്തോ പ്രശ്നമാണ് എന്ന് വാദിക്കാൻ ഇവർക്ക് കഴിയുന്നത്. അതാണ് മില്ലത്ത് കേട്ടോ. ആ മില്ലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം. മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് യുക്തിവാദികൾ പെരുകുന്നത്, അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിന്ന് കുട്ടികൾ പുറത്തു പോകുന്നത്. ഞാൻ ഉസ്താദിനെ സഹായിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തലച്ചോറിലേക്ക് കൊടുത്തുള്ള കണക്ടിവിറ്റി ഡിസ്കണക്ട് ചെയ്ത് വെച്ചോളൂ, ഓഫ് ചെയ്തോളൂ, ചിന്ത ഓഫ് ചെയ്തോളൂ. എന്നിട്ട് മില്ലത്തിൽ മുറുകെ പിടിച്ചോളൂ. നിങ്ങൾ ഈമാൻ അവിടെ അതുപോലെ ഉണ്ടാവും, ഒരിളക്കം തട്ടൂല. പുറത്ത് അങ്ങനെ പലതും കാണും, പല ചിന്തകൾ കാണും, ചോദ്യങ്ങൾ കാണും, ഒന്നും മൈൻഡ് ചെയ്യരുത്. മില്ലത്ത് മുറുക്കി പിടിച്ചോ, സുന്നത്ത് വിടരുത്. അല്ലാഹു തആല എന്ത് പറഞ്ഞു അതാണ് എന്റെ ജീവിതം. അള്ളാഹു എന്ത് വിരോധിച്ചിട്ടുണ്ടോ അതെന്റെ ജീവിതത്തിൽ പെട്ടതല്ല. അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ നഷ്ടമുണ്ട്, എനിക്ക് എന്തൊക്കെ ലാഭമുണ്ട്, ആരൊക്കെ എന്റെ ശത്രുവാകും, ആരൊക്കെ എന്നോട് വിട്ടുനിൽക്കും, ആരൊക്കെ എന്നോട് മിണ്ടാതാവും, ആരൊക്കെ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയും, ഇതൊന്നും അവിടെ പ്രസക്തമല്ല. കാരണം ഇതൊന്നും മില്ലത്തിൽ പെട്ടതല്ല. മകൻ അറക്കാൻ പറയുമ്പോൾ ഇബ്ലീസ് വന്ന് പറയുന്നുണ്ട്, എന്ത് അറക്കരുത്, അത് വേണ്ടാട്ടോ, ആകെയുള്ളൊരു മകനല്ലേ എന്ന് പറയുന്നത് എന്താണ്? അത് പിശാചാണ്. മില്ലത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക, ഉറച്ചു നിൽക്കുക, പതറരുത്. ഇതാണ് തെറ്റും ശരിയും അന്വേഷിക്കരുത്, കമ്പയർ ചെയ്യരുത്, ആലോചിക്കരുത്. ഈ ഒരു മാർഗം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ, വേറൊരു മാർഗമല്ല. ഉസ്താദ് നിസ്സഹായനാണ്. എന്റെ റബ്ബ് അവന് എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിലെ ഓരോ കോശവും ആ റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമാണ്. അഥവാ ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്. ഇതാണ് ചിന്ത. മില്ലത്ത് ഇബ്രാഹിമിൽ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ മനസ്സിൽ അറിയാതെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു അടിമത്ത ഭാവം വരും. അടിമത്ത ഭാവം വന്നു കഴിഞ്ഞാൽ എന്താ? പിന്നെ അനുസരണം മാത്രമേ ഉള്ളൂ, പിന്നെ ചിന്ത, ആലോചനയും ഡിസ്കഷൻ ഒന്നുമില്ല. ആ അടിമത്ത ഭാവത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ നിങ്ങൾ മില്ലത്തിലായി. കാരണം ഒരാളുടെ അടിമാണ്, അയാളെ മാത്രം അനുസരിച്ചാൽ മതിയല്ലോ. അള്ളാഹിന്റെ അടിമയാണ് നിങ്ങളെ നിയ്യത്താക്കിയേ, ഒരു കുഴപ്പമില്ല. അതാണ് ഉസ്താദ് ഇത്ര നേരം പറഞ്ഞു വെച്ചത്. എന്താണ് ഇബ്രാഹിം നബിയുടെ ആദർശത്തിന്റെ സവിശേഷത? ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്, അവൻ എന്റെ യജമാനനാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്ത് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്?
ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും എന്ന് പറയാൻ ആ വിശ്വാസമുള്ള ഒരാൾക്ക് എവിടെയാണ് സാധിക്കുക? ഓ, എങ്ങനെയുണ്ട് പരിഹാരം? അപ്പം സ്വതന്ത്രമായ ചിന്ത എന്നുള്ള അല്ലെങ്കിൽ സ്വതന്ത്രതാ ബോധം, സ്വതന്ത്രമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള പൂതി, ഇതൊക്കെ ഈ മില്ലത്ത് കൊണ്ട് ഇല്ലാണ്ടായി കിട്ടും എന്നുള്ളതാണ് ഉസ്താദിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് നിങ്ങൾ മില്ലത്ത് വളർത്തൂ, സ്വതന്ത്ര ചിന്തയിൽ നിന്ന് അകലം പാലിക്കൂ എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്കാണ് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത് സ്വാതന്ത്ര്യം എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല ഉസ്താദിന്റെ വിശദീകരണം. അഥവാ ഒരാൾ പറയാണ് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും. അങ്ങനെ തോന്നിയതുപോലെ ഈ ലോകത്ത് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? മനുഷ്യൻ ഈ ലോകത്ത് എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോ അപ്പുറത്ത് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ കാറിലാണെങ്കിൽ അവർ ആദ്യം നോക്കുക ഡ്രൈവറെ. എന്താ ഡ്രൈവറെ നോക്കുന്നത്? ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ഒരു ഡ്രൈവർ പറയാണ് സീറ്റ് ബെൽറ്റ് എന്റെ സൗകര്യമാണ്, ഞാൻ ഇഷ്ടമെങ്കിൽ ഇടും, ഇഷ്ടമെങ്കിൽ ഇടൂല. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കല്ലേ അപകടം പറ്റുക, നിങ്ങൾക്ക് എന്താ? പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ കൊണ്ട് സീറ്റ് ബെൽറ്റ് നിർബന്ധിപ്പിക്കുന്നത് എന്ന് ഒരാള് പോലീസിനോട് ചോദിച്ചാൽ ഞാൻ പോയിക്കോ, എന്റെ സ്വാതന്ത്ര്യമല്ലേ, നീ പോയിക്കോ എന്ന് പറഞ്ഞ് പോലീസുകാർ അയാൾ പറഞ്ഞേക്കോ? ഇല്ലല്ലോ. അല്ല, എന്താ പോലീസാ? ഇദ്ദേഹം ഇത്ര നേരം പറഞ്ഞു കൊണ്ടുവന്ന സാധനം ഇദ്ദേഹം ഉടച്ചു കളഞ്ഞ്, കാലം ഉടച്ച്. കാരണം എന്താ? നമ്മൾ ആകെ അനുസരിക്കേണ്ടത് ആരിനെയാണ്? അള്ളാഹുവിനെ മാത്രം. അള്ളാഹു പറഞ്ഞാ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന്? ഇല്ലല്ലോ. അപ്പൊ ചില ആൾക്കാർ പറയും ഹുബുൽ വത്തനി മിനൽ ഈമാൻ എന്നൊക്കെ പറഞ്ഞു വരും. അത് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം അതിനെ കുറിച്ച്. രാജ്യത്തിന്റെ നിയമം അനുസരിക്കൽ ബാധ്യതയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നത്. അള്ള പറഞ്ഞോ സീറ്റ് ബെൽറ്റ് ഇടാൻ? അള്ള പറഞ്ഞോ ഹെൽമെറ്റ് വെക്കാൻ? ഒരാൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അള്ളാഹിന്റെ ഒന്ന് ശിക്ഷ കിട്ടുമോ? സീറ്റ് ബെൽറ്റ് വെച്ചില്ലെങ്കിൽ അള്ള ശിക്ഷിക്കുമോ? ഇത് രണ്ടിനും ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ എന്തിനാണ് കാക്കേ സീറ്റ് ബെൽറ്റ് വെക്കുന്നത്? എന്തിനാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്? എന്തിനാ ഹെൽമെറ്റ് ഇടുന്നത്? അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞു സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കാത്തവരാണ്, ഒരു നിയമം അംഗീകരിക്കാത്ത ആൾക്കാരാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയണു നിയമം അനുസരിക്കാതെ ഒന്നും ലോകത്ത് ജീവിക്കാൻ പറ്റില്ല, എല്ലാ മനുഷ്യരും നിയമം അനുസരിക്കേണ്ടി വരും. അതോ ദൈവവിശ്വാസികൾക്ക് മാത്രമുള്ളോ ഈ സീറ്റ് ബെൽറ്റ്? ഒരു ഉദാഹരണമാണ് ഈ പറയണത്. രാജ്യത്തിന്റെ നിയമം, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹികമായിട്ടുള്ള ധാർമ്മികത നിലനിർത്തുന്നതിന്, സാമൂഹിക സുരക്ഷിതത്വത്തിന് അവിടെ നിയമങ്ങൾ ഉണ്ടാകും. അത് മനുഷ്യന്മാരുണ്ടാക്കും. ഭരണം ഉണ്ടാവും, അത് മനുഷ്യന്മാർ അറേഞ്ച് ചെയ്യും. അതിനാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യത്തിനിടയിൽ ഇസ്ലാമിലെ നിയമത്തിന് എന്ത് കാര്യം? ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധം? ഉദാഹരണം എന്തായാലും കൊള്ളാം. അപ്പൊ നിങ്ങൾ എന്നെ വെള്ളം കോരിയ കാലം താഴെയിട്ട് ഉടച്ചു കളഞ്ഞു. അയാള് സീറ്റ് ബെൽറ്റ് ഇടാതെ ജീവിച്ചാൽ, വണ്ടി ഓടിച്ചാൽ അയാൾക്ക് മാത്രമല്ല പണി. ആ അപകടം പറ്റിയാൽ ആ വാഹനം അയാളെ ആശുപത്രിയിൽ എത്തിക്കൽ, അയാളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, എത്ര ആളുകൾക്ക് അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവണം, എത്ര ആളുകൾക്ക് അയാളെ കൊണ്ട് പ്രയാസമുണ്ടാവണം. അപ്പോ ഈ ലോകത്ത് ഒരു മനുഷ്യനും ആത്യന്തികമായി സ്വതന്ത്രനല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് ഒരു മനുഷ്യനും ആത്യന്തികമായി സ്വതന്ത്രനല്ല. ഞാൻ സ്വതന്ത്രനാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, എനിക്കാരും വേണ്ട എന്ന് പറയാൻ ഈ ലോകത്ത് മനുഷ്യന് അവകാശമില്ല. എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു അള്ളാഹിന്റെ നിയമം അനുസരിക്കുക. അള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ നിയമം അനുസരിക്കുക. അതല്ലാതെ അത് മനുഷ്യന്മാരെ എങ്ങനെ ബാധിക്കും, മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നൊന്നും ആലോചിക്കേണ്ട ഒരു ബാധ്യതയും ആർക്കില്ല? ഒരു മുസ്ലിമിനില്ല, മില്ലത്ത് അനുസരിക്കുന്ന ഒരാൾക്കില്ല. പക്ഷെ ഇതേപോലെയുള്ള ട്രാഫിക് നിയമങ്ങൾ, മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, ഇപ്പൊ നോക്കൂ, സ്ത്രീകൾക്ക് വോട്ടവകാശം, സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പോകുന്നു. എന്താ ഇസ്ലാമിന്റെ വിധി? ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് ഇവിടെ പറഞ്ഞു നടന്നു, അനിസ്ലാമികമായ ഭരണവ്യവസ്ഥ നിലനിർത്തുവാനോ ഉണ്ടാക്കുവാനോ വോട്ട് ചെയ്യുന്നതോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതോ പിന്നെ സ്ഥാനാർത്ഥിനെ നിർത്തുന്നതോ ഒക്കെ ശിർക്കാണെന്ന് പറഞ്ഞ ആൾക്കാരാ. ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാൻ നടക്കുക. നിങ്ങളിത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. ഒരാള് ട്രാഫിക് റൂൾ തെറ്റിച്ച് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചാൽ അയാളും അള്ളാഹും തമ്മിൽ എന്താ പ്രശ്നം? അള്ളാഹ് അയാളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹ് കൽപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം അയാൾ എന്തിനെ പരിഗണിക്കണം? മറ്റുള്ളവരെ കുറിച്ച് എന്തിനാണ് ആലോചിക്കേണ്ടത്? മതത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അതാണ് മില്ലത്ത് നിങ്ങൾ പറഞ്ഞ ആള്. അതേ നിങ്ങൾ പറയുന്നു ഭൗതിക കാര്യത്തിൽ ഭൗതിക നിയമങ്ങൾ എല്ലാവരും അനുസരിക്കേണ്ടി വരും, അതനുസരിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്തകനും ജീവിക്കാൻ പറ്റില്ല, വിശ്വാസിക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകർ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ നിങ്ങൾ സ്വതന്ത്ര ചിന്തക്ക് നേരത്തെ വെച്ച ഡെഫിനിഷനിൽ എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എവിടെയോ എന്തോ തകരാറുണ്ട്. ഉസ്താദ് സ്വതന്ത്രമായിട്ട് ഇരുന്നിട്ട് എന്താണ് സ്വതന്ത്ര ചിന്ത എന്ന് മില്ലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന പരിധിയിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോകെ പോകെ ഇസ്ലാം എന്താണെന്നും സ്വതന്ത്ര ചിന്ത എന്താണെന്നും ഇതിനെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ ഉസ്താദിന്റെ ധാരണ എന്താണെന്നും ഉസ്താദിന്റെ പ്രശ്നം എന്താണെന്നും ഉസ്താദ് പറയുന്ന പരിഹാരം എന്താണെന്നും ഒക്കെ നമ്മൾ കേൾക്കാം. ഒരു കാര്യം കൂടി പറയണു, ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഇവിടെ കുഴഞ്ഞു പോകുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഈ സദസ്സിൽ നിൽക്കുന്ന ഒരാൾ കുഴഞ്ഞു പോകുന്നു വിചാരിക്കുക, മറ്റുള്ളവർ എന്താ വിചാരിക്കേണ്ടത്? അതോനല്ലേ, ഓൻ കുഴഞ്ഞെങ്കിൽ ഓൻ വീണോട്ടെ, അല്ലെങ്കിൽ നമുക്കെന്താ നിങ്ങൾ പ്രസംഗിച്ചോളൂ ഉസ്താദേ, ഓൻ കുഴഞ്ഞു വീണോട്ടെ, അത് ഓന്റെ കാര്യമല്ലേ. ഓൻ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചൂല, ചിലപ്പോൾ മരുന്ന് കുടിച്ചൂല, ചിലപ്പോൾ പ്രഷറിന്റെ ഗുളിക കുടിച്ചൂല, ചിലപ്പോൾ ഓന്റെ ഷുഗർ കൂടിയതാവാ കുറഞ്ഞതാവാ, അത് നമ്മളെന്ത് നോക്കണം? ഓൻ കുഴഞ്ഞോട്ടെ വീണോട്ടെ, അത് ഓന്റെ കാര്യമല്ലേ, നമുക്കൊരു വിഷയമല്ല, നിങ്ങൾ പ്രസംഗിച്ചാണി എന്ന് നിങ്ങൾ എന്നോട് പറയും. അങ്ങനെ പറഞ്ഞാൽ ഞാനത് കേൾക്കുക.
അയാൾ എന്താ കഥ? നിങ്ങൾക്ക് മില്ലത്ത് ഇല്ല, അതാണ് നിങ്ങൾ മില്ലത്തിൽ നിന്ന് ചിന്ത വ്യതിചലിച്ചിട്ടാണ് ഇവിടെ മില്ലത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ നിസ്കരിക്കുന്നു, ഒരാൾ കുഴഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ ഇമാം കുഴഞ്ഞു വീഴുന്നു. അതിന് ഇപ്പൊ പറയുന്ന നിയമം അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ആൾ തൊട്ടപ്പുറം ഇപ്പുറയുള്ള ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ ആളുകൾ മാത്രം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിസ്കാരം നടക്കട്ടെ എന്ന് തന്നെ പറയാ. ഈ രണ്ടോ മൂന്നോ ആളെ ഇവിടുന്ന് എടുത്ത് മാറ്റും. ഇപ്പൊ നിൽക്കട്ടെ, മൂന്നാമത്തെ സഫിൽ അല്ലെങ്കിൽ നാലാമത്തെ സഫിൽ ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ട്, അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ വൈദ്യസഹായം ചെയ്യാൻ കെൽപ്പുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. വീണത് മുന്നിലുള്ള സഫിലുള്ള ഒരാളാണെങ്കിൽ അതിന്റെ അപ്പുറം ഇപ്പുറം മുന്നിലും പിന്നിലും നിൽക്കണം മൂന്നോ നാലോ ആൾ ചേർന്ന് ഇദ്ദേഹത്തെ മാറ്റിയാൽ ബാക്കിയുള്ള സഫിലുള്ള ആൾക്കാർക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? നിർത്താൻ പറ്റുമോ? ഇമാമ് വീണ് മരിച്ചാൽ നിസ്കാരം അപ്പം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അടുത്ത ആൾ ഇമാമത്ത് നിൽക്കണം, എന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യണം. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത്, മില്ലത്തിൽ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇതൊക്കെ തിരുത്തി പറഞ്ഞാലോ? ഇത് പറയുന്നത് നിങ്ങൾ മാനവികമായിട്ടുള്ള ചിന്തയാണ്, മാനുഷികമായിട്ടുള്ള ചിന്തയാണ്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല എന്നത് മാനവിക ദർശനമാണ്, യുക്തി ചിന്തയാണ്, സ്വതന്ത്ര ചിന്തയാണ്, ജനാധിപത്യ ബോധമാണ്. ഇത് ഇസ്ലാം തമ്മിൽ എന്താ ബന്ധം? ഇനി വീഴുന്നിടത്ത് ഞാൻ ഈ പറഞ്ഞത് പള്ളിന്റെ ഉള്ളിലത്തെ കേസാണ്, പള്ളിന്റെ ഉള്ളിലത്തെ കേസ്. അതെന്തുകൊണ്ടാ പറഞ്ഞത്? നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സഹജീവി മനുഷ്യൻ എന്ന രീതിയിലാണെങ്കിൽ അതിപ്പോ നമ്മൾ മനുഷ്യനെ മാത്രമാണോ? ഒരു ഏതെങ്കിലും ഒരു ജീവി, ഇപ്പൊ ഒരു പന്നി കിണറ്റിൽ വീണാൽ അതിനെ ജീവനോടെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് രക്ഷിക്കുന്നതല്ലേ മനുഷ്യന്മാർ ചെയ്യുക. അതിനെയാണ് ഉസ്താദെ മനുഷ്യത്വം എന്ന് പറയാ. അത് വല്ലതും ഖുർആന് തെരഞ്ഞാൽ കിട്ടുമോ? ഖുർആന് തെരഞ്ഞാൽ കിട്ടും. എന്താ അറിയോ? സാഹോദര്യം. അത് പറഞ്ഞേരും ഉസ്താദെ. നമുക്ക് അന്യനല്ല, അയാൾ നമ്മുടേതാണ്, നമ്മുടെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ അയാൾ നമുക്ക് അന്യനല്ല. അതുകൊണ്ട് പെട്ടെന്ന് അയാളെ ആശുപത്രിയിൽ എത്തിക്കണം. ബ്ലഡ് വേണോ, പൈസ വേണോ, മരുന്ന് വേണോ, എന്ത് വേണോ നമ്മൾ കൊടുക്കും. നമ്മൾ കൊടുക്കും. ആരാ നമ്മള്? മുസ്ലിങ്ങള്. ആരാ നമ്മുടെ സഹോദരൻ? മുസ്ലിം. മുസ്ലിം നമുക്ക് അന്യനാണോ? അല്ല. ആ മുസ്ലിമിനോട് ഈ ബാധ്യത ഉണ്ടോ? ഇതുപോലെ ഉണ്ടോ? ഒരാൾ ചെയ്തില്ല എന്ന് വെക്കുക, അയാൾ ഇസ്ലാമിന് ദ്രോഹം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുവാണ്, അയാളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വെക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതാണ് ഇസ്ലാം. ഇനി എന്താണ് സ്വതന്ത്ര ചിന്തയും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഉസ്താദ് ഇതിനെ തൊട്ട് തന്നെ പറയുന്നുണ്ട്, കേട്ടോളി. അതുകൊണ്ട് തന്നെ ഞാൻ സ്വതന്ത്രനല്ല. എന്റെ ഒരു പ്രവൃത്തി എന്റെ മാതാവിനെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, അതെന്റെ പിതാവിനെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, അതെന്റെ മക്കളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, അതെന്റെ ഭാര്യയെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, അതെന്റെ സമുദായത്തെ നാടിനെ വേദനിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ സ്വതന്ത്രനാവും? ഞാൻ സ്വതന്ത്രനാവണമെങ്കിൽ എനിക്ക് ആരുമായിട്ടും ബന്ധമില്ല, എനിക്ക് സംഭവിക്കുന്ന ഒന്നിലും ആർക്കും പങ്കില്ല, ഞാൻ എന്ത് ചെയ്താലും അത് ആരെയും ബാധിക്കില്ല, ഞാൻ ഒറ്റക്ക് ഒരു പടുമരമായി വളരുന്നവനാണ് എന്ന് പറയുമ്പോഴല്ലേ നമ്മൾ സ്വതന്ത്രനാവുക? ഇത് നമ്മൾ സ്വതന്ത്രമല്ലല്ലോ. ഈ പ്രശ്നമൊക്കെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, വാപ്പാക്കും ഉമ്മാക്കും വിഷമം ഉണ്ടാവും, കൂടപ്പിറപ്പുകൾ ബുദ്ധിമുട്ടും, സഹോദരങ്ങൾ വേദനിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോ നമ്മൾ സ്വതന്ത്രനല്ലല്ലോ എന്ന് പറയുന്നത് ഇസ്ലാമികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മാത്രം കേട്ടോ. ഇതേ വേദന ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അള്ളാന്റെ കൽപ്പന അനുസരിക്കുന്ന കാര്യത്തിൽ ഒരാൾ അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ പോവാണ്, അപ്പൊ മറ്റൊരാൾക്ക് വേദന ഉണ്ടാവുന്നു. അത് പരിഗണിക്കണോ? പരിഗണിക്കേണ്ടെന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. മറ്റുള്ളവർക്ക് അത് എങ്ങനെ ബാധിക്കും, അതെന്ത് എന്ന് നമ്മൾ ആലോചിക്കരുത്. സമീന വാത്തഴിന എന്തൊക്കെയാ നിങ്ങൾ പറയണേ ഉസ്താദേ? ഒരു കുട്ടി ഇവിടുന്ന് സിറിയയിലേക്ക് ആടിനെ മേക്കാൻ പോവാണ്, ജിഹാദിന് പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുറെ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ യമനിലും സിറിയയിലും ഒക്കെ, പ്യുവർ ഇസ്ലാം പഠിപ്പിക്കുന്ന ഹദീസ് കേന്ദ്രങ്ങളൊക്കെ, അത്തരം സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ പോവാണ്. അപ്പൊ ഉമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കാണ്, അല്ലെങ്കിൽ വാപ്പ നിലവിളിക്കാണ്, അല്ലെങ്കിൽ ഉമ്മ ഇല്ല, ഉമ്മ മരിച്ചുപോയി, വാപ്പേ ഉള്ളൂ അല്ലെങ്കിൽ അനിയനേ ഉള്ളൂ, ഇവിടെ കിടന്ന് നിലവിളിക്കാണ്. പല കുട്ടി അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയാലൊക്കെ പല പ്രശ്നങ്ങളിലും പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഹിജറക്കൊരുങ്ങിയ ഒരുത്തൻ അത് ഒഴിവാക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതിനിപ്പോ വാപ്പ വേദനിച്ചാല് വല്ല കാര്യമുണ്ടോ? ഉമ്മയാണെങ്കിൽ ഇനി ഉമ്മാനോട് കടപ്പാട്, യുദ്ധത്തിന് പോകാൻ പുറപ്പെട്ടപ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്ക് തിരിച്ചെല്ലാം പറഞ്ഞ കഥയൊക്കെ പറഞ്ഞു വരും. അതിനൊക്കെ കാരണങ്ങൾ വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് ആവശ്യം പോലെ പറയാം. ഇനി അത് മാറ്റി വെക്കാം. ഇവർ പറയുന്നത്, ഇപ്പൊ പറഞ്ഞു വരുന്നത്, മക്കൾ ഇസ്ലാമൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോ, അതുകൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഉണ്ടാവുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ ആസ്വദിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനകളെ കുറിച്ചാണ്. ഇരിക്കട്ടെ, ഒരു അമുസ്ലിം ആയിട്ടുള്ള ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഇസ്ലാമിലേക്ക് വരാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ ആരുടെയൊക്കെ വേദന പരിഗണിക്കണം? അപ്പൊ അയാളുടെ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, പോകല്ലേ മോനെ പോകല്ലേ, ഇസ്ലാമിലേക്ക് പോകല്ലേ എന്ന്. ഭാര്യ ഉണ്ട്, 3-4 പെൺകുട്ടികളുണ്ട്, അച്ഛനെ വട്ടം പിടിച്ചു പറഞ്ഞു, അയ്യോ അച്ഛാ പോകല്ലേ എന്ന്. ഇയാള് അള്ളാന്റെ വിളിയും കിട്ടി, ഇബ്രാഹിമിന്റെ മില്ലത്ത് കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇസ്ലാമിലേക്ക് പോയി. ഇദ്ദേഹത്തിന്റെ പേരിൽ നിലവിളിക്കുന്ന ഈ കുടുംബം, അച്ഛനെ നഷ്ടപ്പെടുന്ന മക്കൾ, ഇണയെ നഷ്ടപ്പെടുന്ന ഭാര്യ, ഇവരുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന ഇസ്ലാം നൽകുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഈ കുടുംബത്തിന്, ഈ ഭാര്യയും മക്കളും, അതാണല്ലോ ഏറ്റവും വലിയ ഈ ഭർത്താവിന് ഉത്തരവാദിത്തമുള്ളത്. ആ ഭർത്താവ്
ഭാര്യയുടെ മുമ്പിൽ വെക്കുന്ന ഓപ്ഷൻ, ഞാൻ നിനക്ക് 6 മാസത്തെ സമയം തരും, അല്ലെങ്കിൽ ഞാൻ നിനക്ക് 1 കൊല്ലത്തെ സമയം തരാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് 2 കൊല്ലത്തെ സമയം തരാം. 2 കൊല്ലത്തെ സമയം ഒന്നും കൊടുക്കൂല, അതിനുള്ളിൽ ഈ ഇസ്ലാം ആകണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബന്ധം തുടരാം, ഇല്ലെങ്കിൽ എനിക്ക് കുഞ്ഞഹമ്മദാജിന്റെ പിന്നെ 2ാമത്തെ പെൺകുട്ടിനെ കെട്ടിച്ചേരും. ഇതല്ലേ ഇസ്ലാമിന്റെ മാനവികത? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ നഷ്ടപ്പെട്ടു പോകുന്ന ഭാര്യയും മക്കളും ഈ പറയപ്പെടുന്ന മുസ്ലിമായി ഇബ്രാഹിമിന്റെ മില്ലത്ത് സ്വീകരിക്കുന്നവനെ സംബന്ധിച്ച് പരിഗണിക്കേണ്ട വേദനയാണോ? അപ്പൊ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? സ്വാതന്ത്ര്യം വേണ്ടേ? ഇവിടെ ഹാദിയക്ക് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി പള്ളികളിൽ പിരിവിട്ടില്ലേ നിങ്ങള്? SDPI നേതൃത്വം കൊടുത്ത് സകല പള്ളിയിലും പിരിവ് കടന്നില്ലേ? അപ്പൊ ഈ വേദനയും ബന്ധവും വിഷമവും മാതാവ് പിതാവ് കണ്ണീര് സെന്റിമെന്റ്സ് ഒക്കെ ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ? അല്ലെങ്കിൽ ഇസ്ലാമിലെ മാതാപിതാക്കൾക്ക് വേദനിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ? ഇതല്ലേ ഇസ്ലാം? ഇതല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ സാഹോദര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ ഈ കൃത്യമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ്. നമുക്കറിയാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ബന്ധങ്ങൾ. ഈ അടുത്ത ദിവസം ഇന്നലെ ഞാൻ കഴിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യവും അതിന്റെ ചില ഉത്തരങ്ങളുണ്ട്. അതിൽ ചോദിക്കുന്നത് ഒരു സ്ത്രീയോട്, നല്ല മര്യാദയുള്ള സ്ത്രീ, ആ സ്ത്രീയോട് അവതാരക ചോദിച്ചത്, ഒരു പെൺകുട്ടി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വസ്ത്രം ധരിക്കും, അതിൽ ആരും ഇടപെടണ്ട, അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ അത് തെറ്റാണ്. അവൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വസ്ത്രം ധരിക്കൽ അവളുടെ സ്വാതന്ത്ര്യമല്ലേ, അതിൽ നമ്മൾ എന്തിന് ഇടപെടണം എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. സ്വാഭാവികമായിട്ട് എന്താ ചോദ്യം? ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം, അവരുടെ വസ്ത്രം തിരഞ്ഞെടുക്കാൻ അവർക്ക് അവകാശം ഉണ്ടോ ഇല്ലേ? ഈ ചോദ്യം ആരോടാണോ ചോദിക്കപ്പെടുന്നത്, ഉത്തരം പറയേണ്ടുന്ന മഹത് വ്യക്തി അല്ലെങ്കിൽ മഹതി സ്വാഭാവികമായിട്ട് എന്താ പറയേണ്ടത്? അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് തന്നെയല്ലേ? പക്ഷെ ആ മഹതി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദ് ഇപ്പോൾ ഇവിടെ ഉദ്ധരിക്കുവോ? ഇല്ല. ആ മഹതി ഏത് തരം മഹതി ആയിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉത്തരം മാത്രം കേട്ടാൽ മതി. മഹദിയുടെ പേരോ ഫോട്ടോയോ കാണേണ്ടി വരില്ല. ആ ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്താ? ഒരു പെൺകുട്ടിക്ക് ഏത് രൂപത്തിലും വസ്ത്രം ധരിക്കാം, അത് അവളുടെ സ്വാതന്ത്ര്യം. പക്ഷേ ആ വസ്ത്രധാരണം കൊണ്ട് അവൾക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അതും അവളുടെ സ്വാതന്ത്ര്യമായി അവൾ കാണണം. എന്നിട്ട് വിശദീകരിച്ചെന്നറിയാം. ആഹാ, നല്ല മഹതിയാണല്ലോ. ഇന്റർവ്യൂവിന് കൊണ്ടുപോയി ഇരുത്താൻ പറ്റിയ ടൈപ്പ് മഹതിയാണത്. ആ മഹതി പറഞ്ഞു, അങ്ങനെ അവർക്ക് വസ്ത്രമൊക്കെ ധരിക്കാൻ ഇഷ്ടമുള്ള പോലെ, ആ വസ്ത്രധാരണം കൊണ്ട് എന്തെങ്കിലും അവൾക്ക് അപകടം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ആ സ്ത്രീക്ക് തന്നെയാണ്, അതും അവളുടെ സ്വാതന്ത്ര്യമാണ്. ആ മഹദിയുടെ ഏകദേശ രൂപം ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ടാവും. മനസ്സിലാവാത്തവർക്ക് ബാക്കി കൂടിയും ആ മഹദി തന്നെ പറയട്ടെ. അതോളെ ശരീരല്ലേ, അതോള് വെളിച്ചത്താക്കെ അകത്താക്കെ മൂടാതിരിക്കുക എന്തായിക്കോട്ടെ, അതിൽ മറ്റുള്ളവർക്ക് എന്താ എന്ന് ചോദിക്കുന്നവരോട് ഈ സഹോദരി പറയണേ, ഒരു പെണ്ണിന്റെ ചില ശരീരഭാഗം കാണുമ്പോൾ അത് കാണുന്ന പുരുഷന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. അവന്റെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഹോർമോണുകൾ അവന്റെ ശരീരത്തിൽ ചില ക്രിമിനൽ ചിന്തകൾ ഉണ്ടാക്കും, കുറ്റകരമായ ചില അവസ്ഥകൾ ഉണ്ടാക്കും. ആ കുറ്റകരമായ അവസ്ഥ, ആ ക്രിമിനൽ ചിന്ത അവന്റെ വിവേകത്തെ കീഴ്പ്പെടുത്തി ആ പെൺകുട്ടിയെ സ്വന്തമാക്കാനോ പീഡിപ്പിക്കാനോ മർദ്ദിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവനെ മാറ്റും. ഇതൊക്കെ എങ്ങോട്ടാ പറഞ്ഞു പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ചോദ്യം ചോദിക്കപ്പെടുത്ത വ്യക്തി ആരാണെന്ന് മനസ്സിലാവുന്നില്ലേ? പെൺകുട്ടികളുടെ വസ്ത്ര സ്വാതന്ത്ര്യമില്ലായ്മ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതില്ലെങ്കിൽ, പർദ്ദ ധരിച്ചില്ലെങ്കിൽ, പർദ്ദയല്ലാത്ത എന്ത് വസ്ത്രം ധരിച്ചാലും ഇസ്ലാം പറയുന്നത് പോലെ സ്ത്രീ മുഴുവനായും ശരീരം പൂർണ്ണമായും മൂടി പൊതച്ച് നടന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവമാണ് പറയുന്നത്. എന്നിട്ട് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു വഷളൻ വാദം, അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു വാദം ഈ മഹാനുഭാവൻ ഉന്നയിക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾ ഇത് കേട്ടിരിക്കുന്നുണ്ടാവാനാണ് സാധ്യത, അല്ലെങ്കിൽ മുസ്ലിം മക്കളുള്ള പിതാക്കന്മാരെങ്കിലും എന്തായാലും ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇദ്ദേഹം ന്യായീകരിക്കുന്നത്, ഇതിന് തെളിവാക്കുന്നത് ഈ അടുത്ത് KSRTC ബസ്സിൽ നടന്ന സംഭവത്തെയാണ്. സ്ത്രീ പറഞ്ഞത് ഒരു വർത്തമാനത്തിന് ശേഷം അത് അയാളുടെ കുഴപ്പമല്ല, അയാൾ നരമ്പ് രോഗിയായതുകൊണ്ടല്ല, അയാൾ മോശക്കാരനായതുകൊണ്ടല്ല. അങ്ങനെയാണ് ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പെണ്ണിന്റെ ശരീരം ഈ രൂപത്തിൽ കാണുമ്പോൾ ആ നിൽക്കുന്ന പുരുഷന്റെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉണ്ടാവുകയും അത് അവരുടെ ശരീരത്തിനെ ചില പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ആ പുരുഷൻ മറ്റുള്ളവർ കണ്ടാലും. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്ത എന്താ? ബസ്സിലും ട്രെയിനിലൊക്കെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന പെണ്ണിന്റെ അടുത്ത് നിന്ന് ചില പുരുഷന്മാര് കാട്ടിക്കൂട്ടിയ ചില കോപ്രാത്തരങ്ങളാണല്ലോ നമ്മുടെ നവമാധ്യമങ്ങളിലെ ചർച്ച. എന്താ വന്നത്? ഇസ്ലാം പറയുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കാൻ മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ, അവിടെ നിങ്ങൾ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് പുരുഷന് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, ആ സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാകും, പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയാകും എന്ന അങ്ങേയറ്റത്തെ സാമൂഹ്യ വിരുദ്ധ, സ്ത്രീ വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തുന്നത്. എന്നിട്ട് അദ്ദേഹം അതിനു വേണ്ടി ഉയർത്തി കാണിക്കുന്ന ബിംബം ആരാണെന്നറിയോ? കേട്ടോളി. മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കി ഇപ്പുറത്തിരുന്ന് സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷൻ. വേറെ യാത്രക്കാരുണ്ട്, വേറെ ആൾക്കാരുണ്ട്. അയാൾ പറയുന്നത് അതെന്താ,
ഞാൻ ആ കാഴ്ച കാണുന്നുണ്ട്, അതെന്നെ ആനന്ദിപ്പിക്കുന്നുണ്ട്, ആ ആനന്ദം കൊണ്ട് ഞാൻ സുഖം നേടുന്നുണ്ട്, അതിന് ഞെക്കണ്ട ചുറ്റുപാടുള്ളവരുണ്ട്. ഇതാണ് സ്വതന്ത്രവാദത്തിന്റെ ഏറ്റവും വലിയ അപകടം. എങ്ങനെയുണ്ട്? ഇതാണത്രേ അദ്ദേഹം പഠിച്ച സ്വതന്ത്ര ചിന്ത. അപ്പൊ ആ ബസ്സിൽ വേറെ ആൾക്കാരൊന്നുമില്ലേ? വേറെയുള്ളവരൊന്നും ആണുങ്ങളല്ലേ? അവരൊന്നും ഈ കാഴ്ച കാണുന്നില്ലേ? ഈ തരത്തിലുള്ള വൃത്തികേട് പറഞ്ഞിട്ടാണ് ഇവരുടെ ഒരു നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എവിടുന്ന ചോദ്യം? സ്ത്രീകൾക്ക് സ്വന്തം വസ്ത്രം തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഇല്ലേ, സ്വാതന്ത്ര്യം ഇല്ലേ, അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചോടന്ന് പറഞ്ഞു പോയത് എവിടെയാ അറിയും? ഇങ്ങനെയാണ് ഇവർ ഇസ്ലാമിനെ മികച്ച ഒരു പ്രൊഡക്റ്റാക്കി അവതരിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന വാപ്പ പെൺകുട്ടി ഇനി പർദ്ദ പുറത്തിറങ്ങണ്ടെന്ന് തീരുമാനിക്കും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്രരല്ല. നമുക്ക് സമയത്തിന്റെ പ്രശ്നമല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ജമാഅത്ത് നിസ്കാരം 8:20 ഞാൻ പൊതു എടുത്ത് നിസ്കരിക്കാനുള്ള സമയമുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് പോയി നിസ്കരിച്ച് വരണം. വേഗം പറഞ്ഞു തീർത്ത് ഒരു 9:15 കൂടി എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു. നമുക്കൊരു ബ്രേക്കിന്റെ ഒരു സമയം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറുകയാണ്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ കമ്മിറ്റിക്കാരൻ വന്നിട്ട് പറയാണ്, നിങ്ങളെ സംഭവം നിസ്കരിക്കാൻ സമയമായി, അപ്പൊ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ വേഗം വരി, അതുകൊണ്ട് നമുക്ക് എന്നിട്ട് തുടങ്ങാമെന്നാണ് പറയുന്നത്. ജമാഅത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഉസ്താദിന്റെ രൂപവും ഭാവമൊക്കെ മാറുകയാണ്. പിന്നെ അദ്ദേഹം ഗിയർ മാറ്റി ഈ സ്വതന്ത്രവാദം എത്രമാത്രം മാനവരാശിയെ നശിപ്പിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി. പുതിയ തലമുറയിൽപ്പെട്ട എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും അവരുടെ മനസ്സിലേക്ക് ഈ ചിന്താഗതി കടന്നു വരാനുള്ള ഒരു കാരണം, മതവിശ്വാസം പഴഞ്ചനാണ്, യാഥാസ്ഥികമാണ്, ഒന്നിനും പറ്റാത്തതാണ്, ആധുനികം എന്ന് പറയുന്നതും പുതിയ കാലത്തിന് അനുയോജ്യം എന്ന് പറയാവുന്നതുമൊക്കെ മതനിരാസവും ഈ സ്വതന്ത്രവാദങ്ങളും ഒക്കെയാണ് എന്ന ഒരു ധാരണ ഇടയ്ക്കിടയ്ക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് കഥ മാറുകയാണ്. കാരണം ഇപ്പൊ നമുക്ക് സ്വതന്ത്ര ചിന്ത എന്താണെന്നും ഇസ്ലാം എന്താണെന്നും മില്ലത്ത് എന്താണെന്നൊക്കെ ഏകദേശം ധാരണ വന്നു. പിന്നെ പൊതുവെ വിശ്വാസികളായിട്ടുള്ള കുട്ടികളുടെ ഇടയിലുള്ള ഒരു അപകർഷതാബോധത്തിന്റെ കാരണം ഇസ്ലാം ഒരു പഴഞ്ചനാണ്, എല്ലാവരും ഇങ്ങനെ 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു അപകർഷതാബോധം മാറ്റി കൊടുക്കാനുള്ള ഒരു മരുന്നാണ് ഇനി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പഴഞ്ചനൊന്നല്ല. വാസ്തവത്തിൽ പഴഞ്ചൻ ആശയം എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തയാണ്. കേട്ടോളി. മതത്തിന്റെ കാര്യം പറയലും മതത്തിന് വേണ്ടി പ്രവർത്തിക്കലുമൊക്കെ പഴഞ്ചനാണ്, മോശമാണ്, സംസ്കാര ശൂന്യമാണ്. എന്നാൽ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ലിബറൽ ചിന്താഗതികളും സ്വതന്ത്രവാദങ്ങളും ഒക്കെ അതാണ് ആധുനികത എന്ന ഒരു തെറ്റായ ധാരണ പൊതുവെ സമൂഹത്തിൽ. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ മതമാണ് ഏറ്റവും ആധുനികമായത്. മതനിയമങ്ങളാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളത്. സ്വതന്ത്ര ചിന്ത, ജനാധിപത്യം, മതനിരപേക്ഷത, മാനവികത എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം പഴഞ്ചനാണ്. ഇത് പഴയ സാധനമാണ്. ഇസ്ലാമുക്കും അതുക്കും മേലെ എവിടെ ഒരു 6000 വർഷത്തിന് മുമ്പുള്ള ഒരു സാധനമാണ് എന്ത്? സ്വതന്ത്ര ചിന്ത, മാനവികത എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാം പഴഞ്ചനാണ്, ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന എന്തോ പഴഞ്ചൻ ഏർപ്പാടാണ്, അങ്ങനത്തെ അപകർഷതാബോധം മാറ്റിയെടുക്കാനുള്ള അടുത്ത ഡോസ് പിടിച്ചോളി. ഈ പറയപ്പെട്ട സ്വതന്ത്രവാദവും മതനിരാസവാദങ്ങളും ഒക്കെ അതിന് സഹസ്രാബ്ദങ്ങളുടെ, ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. പണ്ടേ അത്തരം വിശ്വാസങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ മതവിശ്വാസത്തിന്റെ കരുത്തിലും അതിന്റെ ശക്തിയിലും പലപ്പോഴും ഇതൊക്കെ ഉടഞ്ഞു പോകാറാണ്, ഇതൊക്കെ തകർന്നു പോകാറാണ് പതിവ്. സത്യം. പൗരാണിക കാലം തൊട്ട് പുതിയ തരത്തിൽ മനുഷ്യർ മതം, ദൈവം എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ആധുനികമായിട്ടുള്ള ദർശനങ്ങൾ, മൂല്യങ്ങൾ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ ഒക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് പൗരാണികമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ 1500 കൊല്ലം പഴക്കമുള്ള പുതിയ സാധനമല്ലേ. സ്വതന്ത്ര ചിന്ത, ദൈവനിഷേധം എന്നൊക്കെ പറയുന്നത് അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് വാസ്തവമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ മതത്തിന്റെ കരുത്തിന് മുമ്പിൽ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. സത്യമായിട്ടുള്ള കാര്യം. മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ട് ഖലീഫ ആയിട്ട് അബൂബക്കറിനെ തെരഞ്ഞെടുത്തതിന് ശേഷം അബൂബക്കർ നേരിടേണ്ടി വന്നത് ആരെയാണെന്നറിയോ? അത്രയും നാൾ മുഹമ്മദ് ജീവനോടെ ഇരിക്കുമ്പം മുഹമ്മദിന്റെ സ്വഹാബികളായി നിന്നിരുന്നവർ, മുഹമ്മദിനെ അനുസരിച്ചിരുന്നവർ, മുഹമ്മദിന്റെ കൂടെ കൊള്ളയ്ക്ക് പോയിരുന്നവർ, യുദ്ധം മുതൽ പങ്കിട്ടെടുത്തിരുന്നവർ, അവര് മുഹമ്മദ് മരിച്ചോടുകൂടി ഇനി ഞങ്ങൾ പോവുകയാണ്. സമദാനി പണ്ട് മദീനയിലേക്കുള്ള പാത എന്ന് പറയുന്ന പഴയ ഒരു വീഡിയോ കാസറ്റിൽ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ ആളുകൾക്കിടയിലും ഒരുപാട് പ്രവാചകന്മാർ, ഞാനും പ്രവാചകനാണെന്നുണ്ട്, ആ കാലത്ത് വേറെയും കുറെ ആൾക്കാർ വന്നു, ഇവർക്കൊക്കെ അനുയായികൾ ഉണ്ടായി എന്നാണ്. എവിടുന്ന ഈ അനുയായികൾ പോകുന്നത്? മുഹമ്മദിന്റെ സഹാബികളിൽ നിന്ന് തിരിഞ്ഞുപോയി. അങ്ങനെ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആളുകളെ വകവരുത്താൻ വേണ്ടി അബൂബക്കർ ആദ്യമായിട്ട് സൈനിക നടപടിയെടുക്കുന്നത് റിദ്ദ എന്ന് പറയുന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് റിദ്ദ വാർ എന്നാണ് പറയാം. മുഹമ്മദിന്റെ മരണാനന്തരം
മറ്റു പ്രവാചകന്മാരുടെ അനുയായികളായി പോയവർ, മുഹമ്മദിന്റെ സംഘം വിട്ടുപോയവർ, അത്തരം ആളുകളെ മുർത്തദുകളെ തകർക്കാൻ വേണ്ടിയിട്ട് അതിന് നേതൃത്വം കൊടുത്തിരുന്ന കള്ളപ്രവാചകന്മാർ എന്നിവർ വിളിക്കുന്ന ആളുകളെ ഒക്കെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിൽ മുഹമ്മദിന്റെ മരണശേഷം നടക്കുന്ന ആദ്യത്തെ സൈനിക നടപടി. അപ്പം മതങ്ങൾ അങ്ങനെ തകർത്തു കളയും. സ്വതന്ത്ര ചിന്ത, ദൈവനിഷേധം, മതനിരാസം, ഇതിനൊക്കെ മതത്തിന്റെ കരുത്തുപയോഗിച്ച് ഇവർ ചെറുക്കുകയാണ് ചെയ്യുന്നത്, തകർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം. യു കണ്ടിന്യൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫിർഔൻ മന്ത്രിയെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, നീ ഒരു വലിയ കോണി ഉണ്ടാക്കണം, ആകാശത്തിലേക്ക് എത്തുന്ന വലിയ കോണി. എന്തിനാണത്? എന്നിട്ട് ആ കോണിയിൽ നമുക്കൊന്ന് കേറി നോക്കണം. മൂസ പറയുന്ന അവന്റെ റബ്ബ് എവിടെയാണ്? മൂസ പറഞ്ഞല്ലോ ആകാശത്തുള്ള അള്ളാഹുവിനെ കുറിച്ച്. ആ അള്ളാഹു ആകാശത്തുണ്ടോ എന്നറിയാം ഒരു വലിയ കോണി പണി നമുക്ക് ആകാശത്തിൽ അള്ളാഹുവിനെ ഒന്ന് തെരയണം എന്ന് പരിഹാസത്തോടു കൂടി പറഞ്ഞ ആ ഫിർഔനിന്റെ വാദമാണ് ഈ ലിബറൽ വാദവും ഈ സ്വതന്ത്രവാദവും ഒക്കെ. ഫിർഔൻ എത്ര ഭാവനാ സമ്പന്നനായിരുന്നു എന്നാലോചിക്ക്. ട്രോൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാല് അള്ളാഹ് ആകാശത്തിരിക്കുന്നുണ്ട് പറഞ്ഞപ്പോ എന്നാ ആകാശത്തേക്ക് ഒരു കോണി ഉണ്ടാക്കിയോട്, നമുക്ക് പോയിട്ട് അള്ളാഹ് അവിടെ ഉണ്ടോ നോക്കാന്ന് ഫിർഔൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിർഔൻ ഭയങ്കര ഒരു ട്രോൾ മൈൻഡുള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, അള്ളാഹ് ആകാശത്ത് കുത്തിരിക്കുകയാണെങ്കിൽ അന്ന കയറി വെക്കാം, നമുക്കും മൂസ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കും കണ്ടുകൂടെ എന്നുള്ളതാണ് ഫിർഔൻ ചോദിച്ചത്. അതിലിപ്പോ എന്തത്ര കുറ്റം പറയാനുള്ളത്? ആദ്യമായി ശൂന്യാകാശത്ത് സഞ്ചരിച്ച ആളാണ് യൂറി ഗഗാരിൻ, സോവിയറ്റ് റഷ്യക്കാരനാണ്. ശൂന്യാകാശത്തിൽ ആദ്യമായി സഞ്ചരിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം തിരിച്ചു ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ തെരഞ്ഞു പോയതായിരുന്നു അവിടെ, പക്ഷെ അവിടെയൊന്നും ഞാൻ ദൈവത്തെ കണ്ടില്ല. ദൈവവിശ്വാസത്തിനെ നന്നായി കളിയാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ അദ്ദേഹവും ട്രോളി. എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്, ദൈവം ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അർശിൽ കുത്തിരിക്കുന്നുണ്ട്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവരെ ആളുകൾ ട്രോളൂലേ സ്വാഭാവികമായിട്ടും. അതിൽ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള പറയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഒരു മാതാവും പിതാവും തന്റെ മകന്റെ ഈ രൂപത്തിലുള്ള വിശ്വാസം കണ്ടപ്പോ അവർ മകനോട് പറഞ്ഞത്, മോനെ നീ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, നമുക്ക് മരിച്ചു പോകണ്ടേ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകണ്ടേ എന്ന് മകനെ ഉപദേശിച്ചപ്പോൾ ആ മകൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, പതിനാറ് വാപ്പ ഇങ്ങനെയുണ്ടോ ഭ്രാന്ത്, അങ്ങനെ ഒരു പരലോകമില്ല, അങ്ങനെ ഒരു പുനർജന്മല്ല, അങ്ങനെ ഒരു അള്ളില്ല, മരിച്ചുപോയ ഒരാളും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, പഴഞ്ചൻ കഥകളാണ്, അതൊന്നും വിശ്വസിക്കരുത് എന്ന് ആ മകൻ മാതാപിതാക്കളോട് പറയുന്നത്. ഈ കഥ പറഞ്ഞുകൊണ്ടാണേ ആ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, തെളിവില്ല. ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, അതിന് കുട്ടിനെ കുറ്റം പറഞ്ഞിട്ട് ആയത്തിറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹ് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന കോലത്തിൽ ചെയ്താൽ പോരെ. എന്ന് മാത്രമല്ല, ഈ കുട്ടികൾ ദൈവനിഷേധികളാവുന്നത് മാതാവും പിതാവും പറഞ്ഞിട്ട് അനുസരിക്കാത്ത കുട്ടികളല്ലേ ഈ പറയപ്പെടുന്ന സകല പ്രവാചകന്മാരും. മുഹമ്മദ് നബിയുടെ വല്യപ്പ പറഞ്ഞില്ലേ, മൂത്താപ്പ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബിന്റെ വാപ്പ പറഞ്ഞില്ലേ, ഡോല അനുസരിച്ചോ? പിന്നെ ഇസ്ലാമിലുള്ള വാപ്പയമ്മയും അവര് പറയണത് അപ്പടി കുട്ടികൾ അനുസരിക്കണം എന്ന് പറയുന്നതൊക്കെ ദുർവാശിയല്ലേ ഉസ്താദെ? ആ കുട്ടികൾക്ക് ബോധ്യപ്പെട്ടത് അവർ വിശ്വസിക്കും. അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങളുടെ അള്ളാഹുവിന് കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ അള്ളാഹുവിന്റെ കുഴപ്പം. ഇനി അതിനും അപ്പുറത്തേക്ക് അള്ളാഹുവിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ആരൊക്കെ ഹിദായത്തിലാകണം ആവണ്ട എന്ന് അള്ളാഹ് തീരുമാനിക്കുന്നത്. കുട്ടിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് ആ കുട്ടിനെ കുറ്റം പറഞ്ഞ് കിതാബിൽ ആയത്തിറക്കിയിട്ട് എന്താ കാര്യം? ഫിറൗൻ വിശ്വസിക്കണ്ട എന്നത് അള്ളാഹിന്റെ തീരുമാനമല്ലേ? അബൂജഹൽ വിശ്വസിക്കില്ല എന്ന അള്ളാഹിന്റെ തീരുമാനമല്ലേ? അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കും അല്ലെങ്കിൽ നശിച്ചിരിക്കുന്നു എന്ന അള്ളാഹിന്റെ പ്രഖ്യാപനല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വരെ കുറ്റം പറയണില്ല, എന്താ അർത്ഥം? അതും ഒരു വഴിക്ക് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ പുതിയ തലമുറ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി, ഇത് പുതിയ വാദമാണ്, പുതിയ വിശ്വാസമാണ്, അത് പുരോഗതി പ്രാപിച്ച പുതിയ മനുഷ്യന്റെ പുതിയ ചിന്താരീതിയാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്ത പഴയ വിശ്വാസമാണത്. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ തലവൊക്കെ വരും. എന്ത്? നമ്മൾ മനുഷ്യർ മതത്തിനതീതമായിട്ട് എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. മതം ദൈവം എന്നൊക്കെ പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ കെട്ടുകഥയാണ് എന്നത് ദൈവങ്ങളൊക്കെ മതങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കുറെ മുമ്പുള്ള പൗരാണികമായ പഴകിപ്പുളിച്ച ദ്രവിച്ച വാദങ്ങളാണ്. ഏറ്റവും നൂതനമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഇസ്ലാം. മതങ്ങളാണ് ഏറ്റവും നൂതനമായിട്ടുള്ളത്, അതിൽ തന്നെ ഇസ്ലാമാണ് ഏറ്റവും പുതിയത്. അതുകൊണ്ട് യുവാക്കൾക്ക് പുതിയതിനോട് ഭ്രമം തോന്നുന്ന ആളുകൾ വിചാരിക്കുന്നത് ഈ ലിബറലിസം, സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ യുക്തിബോധം, മാനവിക ചിന്ത എന്നൊക്കെ പറയുന്നത് എന്തോ പുതിയ ആശയമാണ്, ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് എന്തോ പുതിയ സംഭവമാണെന്ന്. ഒന്നുമല്ല, ഇതൊക്കെ പഴയതാണ്. അതിനേക്കാളൊക്കെ മികച്ച പുതിയത് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇനി ആ ഇസ്ലാം എന്താണ്, എങ്ങനെയാണ് നമ്മൾ വിശ്വാസിയാവേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മില്ലത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടത് എന്നൊക്കെ ഉസ്താദ് പറഞ്ഞുതരും. അതുപോലെ മതത്തെയും മതവിശ്വാസത്തെയും എങ്ങനെയൊക്കെ തൂത്തെറിയാനും തകർത്തെറിയാനും ഈ ലോകത്ത് ശ്രമിച്ചാലും ലഭിക്കുന്ന അവസരത്തിൽ ആ മതവിശ്വാസം അത് പൂർവാധികം ശക്തിയോടുകൂടി വളർന്നു വരും. കാരണം മതവിശ്വാസം അന്ധവിശ്വാസമല്ല. ഈ വിശ്വാസമുണ്ടല്ലോ, ഈ ലിബറൽ ചിന്താഗതികളും ആരോടും കടപ്പാടില്ലാത്ത ഈ സ്വതന്ത്രവാദവും, അതാണ് സത്യത്തിൽ അന്ധവിശ്വാസം. അതെ, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ളത് അന്ധവിശ്വാസവും
മനുഷ്യർ മുസ്ലിം എന്നും കാഫിർ എന്നും രണ്ട് വിഭാഗമാണ് എന്ന് പറയുന്നത് അന്ധവിശ്വാസം. മീൻസ് ഭയങ്കര ആധുനിക വിശ്വാസം. കുറെ ഉദാഹരണങ്ങൾ അങ്ങനെ പറയാൻ പറ്റും. ഞാൻ ഒരെണ്ണം സമയക്കുറവുകൊണ്ട് മാത്രം പറഞ്ഞു എന്നാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ പഴയതാണെന്നുള്ളതിന് ഉസ്താദിന്റെ തിങ്ങിയും തെളിവുണ്ട്. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരു മതവിശ്വാസിയോടും അന്ധവിശ്വാസിയാവാൻ കൽപ്പിക്കുന്നില്ല. ഓരോ കാര്യങ്ങളും ചിന്തിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് മതം വിശ്വസിക്കാൻ കൽപ്പിച്ചത്. എന്ത് വലിയ നോണ! ഈ ഉസ്താദ് കുറച്ച് നേരത്തെ എന്താ പറഞ്ഞത്? എന്താ മില്ലത്ത് ഇബ്രാഹിം ഉസ്താദ് മറന്ന? നിങ്ങൾ വയല് പറഞ്ഞു തുടങ്ങിയിട്ട് നിസ്കരിക്കാൻ പോയി വന്നപ്പോൾ ഇതൊക്കെ മറന്ന? എല്ലാം ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അള്ളാനെ ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കണം എന്നാണോ? അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഉസ്താദ് പറഞ്ഞുതരും എങ്ങനെയാ ചിന്തിക്കേണ്ടതെന്ന് കൂടി ഉസ്താദ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الأرض കൈഫ സുതിഹത്. മനുഷ്യർ നോക്കുന്നില്ലേ ഒട്ടകങ്ങളിലേക്ക്, അതിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളിലേക്ക്, പർവ്വതങ്ങളിലേക്ക്, അതിന്റെ ഔദിത്യങ്ങളിലേക്ക്, ആകാശത്ത് തൂണുകളില്ലാതെ നിൽക്കുന്ന ആ ആകാശത്തിലേക്ക് വേഗത്തിൽ കറങ്ങുമ്പോഴും നിങ്ങൾക്ക് ഒരു അപകടവുമില്ലാതെ സുരക്ഷിതമായി നിങ്ങളെ താങ്ങി നിൽക്കുന്ന ഭൂമിയിലേക്ക്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എത്ര സ്ഥലത്താ അള്ളാഹു പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? കണ്ടോ, ഇത്രയും പറഞ്ഞിട്ടുണ്ടല്ല. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്തൊക്കെ ചിന്തിക്കണം? തൂണുകളില്ലാതെ ആകാശങ്ങൾ ഉയർത്തി നിർത്തിയത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ആലോചിച്ചൂടെ അള്ള ആരാണെന്നുള്ളത്? പോരെ? ഇത്രയൊക്കെ പോരെ ഒരാൾക്ക് അള്ളാനെ മനസ്സിലാക്കാൻ? നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? പക്ഷെ ചിന്തിക്കാൻ പാടില്ല. വരും വരായികളെ കുറിച്ച്, അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച്, അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. നിങ്ങൾ പറഞ്ഞാൽ പോരാ. ആകെ ചിന്തിക്കാവുന്നത് എന്താണ്? ആകാശങ്ങളെ നിങ്ങൾ ഉയർത്തി നിർത്തിയത് കാണുന്നില്ലേ എന്ന് അള്ള ചോദിക്കുന്നു. എന്നിട്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കുക. ശരിയാണല്ലോ, തൂണില്ലല്ലോ, അതങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നല്ലോ. അള്ളാഹു പറഞ്ഞത് എത്ര ശരി! മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ചിന്തയെ പാടുള്ളൂ. അല്ലാതെ ആകാശം എന്നൊരു സാധനം തന്നെ ഇല്ലല്ലോ, പിന്നെ എന്തിനെ കുറിച്ചാണ് അള്ളാഹു ഈ പറയുന്നത്? ഇത് നമ്മൾക്ക് വെറുതെ തോന്നുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണല്ലോ എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. ഞാൻ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ അള്ള കൊടുത്ത ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഖുർആനും മുഹമ്മദിന്റെ സുന്നത്തും വെച്ച് അതാണ് ഏറ്റവും മികച്ചത് എന്ന് നിങ്ങൾക്ക് വാദിക്കാനും സ്ഥാപിക്കാനും ഉതകുന്ന തരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഉസ്താദ് വന്നിട്ട് ഏകദേശം 1 മണിക്കൂറിലധികം നടത്തുന്ന ഈ പ്രസംഗത്തിന് വേണ്ടി എങ്ങനെ സ്വതന്ത്ര ചിന്ത പ്രശ്നമാണ് എന്ന് സമർത്ഥിക്കണം, ഇസ്ലാമാണ് ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും എന്ന് ചിന്തിക്കാം. കുഴപ്പമില്ല. പക്ഷെ ഇതേ ഉസ്താദ് ഇരുന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇസ്ലാമിനെ കുറിച്ചും സ്വതന്ത്ര ചിന്തയെ കുറിച്ചും പറയാൻ പോകുന്നത് തെറ്റാണല്ലോ, ഞാൻ കുറച്ച് മനഃപൂർവ്വം കളവ് പറയേണ്ടി വരുമല്ലോ, ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇസ്ലാമിനെ സ്ഥാപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? ചിന്തിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയായിരിക്കണം. ഇസ്ലാമിനല്ലാതെയോ ഇസ്ലാമിനെതിരിലോ ചിന്തിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ലിമിറ്റ് ഉണ്ടല്ലോ, എല്ലാത്തിനും നിയന്ത്രണം ഉണ്ട് എന്നതുപോലെ ഇസ്ലാമിൽ ചിന്തയ്ക്കും നിയന്ത്രണമുണ്ട്. എന്ന് മാത്രമല്ല, ഖുർആനിലെ ആദ്യത്തെ അധ്യായം അല്ലെങ്കിൽ 2ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്ത് ബഖറയുടെ 3ാമത്തെ വചനത്തിൽ വിശ്വാസത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നത് എന്താ? മറഞ്ഞ കാര്യങ്ങളിൽ, അദൃശ്യ കാര്യങ്ങളിൽ അങ്ങോട്ട് വിശ്വസിക്കുക. എന്നിട്ടോ സമീഅന വഅതഅന, കൽപ്പിക്കപ്പെട്ടു, അനുസരിച്ചു. വേറെ കാരണമൊന്നുമില്ല. ഇതാണ് ഇസ്ലാം. എന്നിട്ട് ഇതാണ് ആധുനിക കേട്ടോ. മറ്റേത് അന്ധവിശ്വാസം. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം, മതം ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾ മതവിശ്വാസി ആവുകയോ അല്ലാതിരിക്കുകയോ അത് അയാളും പഠിച്ചവനും തമ്മിലുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരാൾ മതം ഉപേക്ഷിച്ചു, ഒരു വിശ്വാസമില്ലായിട്ടല്ലേ ലക്കും ദീനിക്കും വലിയ ദീൻ എന്നൊരു ഇമാമിന് പറയാൻ പറ്റുമോ? ഒരു ഇസ്ലാമിക ഭരണാധികാരിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അവനെ കൊല്ലണം. അത് യുക്തിഭദ്രം. നേരത്തെ പറഞ്ഞത് അന്ധവിശ്വാസം. എങ്ങനെയുണ്ട്? അള്ളാഹു നമ്മളോട് മതവിശ്വാസം സ്വീകരിക്കാൻ പറഞ്ഞത് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതാ കിടക്കണു വേറൊരെണ്ണം. അള്ള ചിന്തിക്കാൻ പറഞ്ഞത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാ ആണോ? എന്തെങ്കിലും നേരത്തെ പറഞ്ഞത് മില്ലത്ത് ഇബ്രാഹിം. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യം കൽപ്പിക്കുന്നുണ്ടോ ആ കൽപ്പനയുടെ ലാഭനഷ്ടങ്ങൾക്കപ്പുറം അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ അത് ഞാൻ എന്റെ ജീവിതത്തിൽ പാലിക്കണം. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതം. ഇതല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട്? ഇതിപ്പോ നിങ്ങൾ പറയണു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് ആലോചിച്ചിട്ട് വിശ്വസിച്ചാൽ മതിയെന്ന്. ഒരേ വയലിൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ വയലിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഇശാനസ്കാരത്തിന് മുമ്പും പിമ്പും മാറ്റി പറയാൻ പറ്റുമോ ഉസ്താദെ? മോശമല്ല അതൊക്കെ? ഈ പറയപ്പെടുന്ന നവ ലിബറൽ യാഥാസ്ഥിക വിശ്വാസങ്ങളുണ്ടല്ലോ, താനി അന്ധവിശ്വാസങ്ങളാണ്. ഒരു തെളിവിന്റെയും പിന്തുണയില്ല. നോക്കൂ നിങ്ങൾ. ഇനി സ്വതന്ത്ര ചിന്ത, യുക്തിബോധം, ശാസ്ത്ര ചിന്ത, ഇതൊക്കെ അന്ധവിശ്വാസം.
അതിന് യമണ്ടൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഉസ്താദിന്റെ അടുത്തുണ്ട്, നമുക്ക് കേൾക്കാം. ഇതിലൊന്നും എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ കേട്ടാ മതി. മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത്. എങ്ങനെയാണ് കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായത്? അതിനൊരു ആശയമുണ്ട് അവർക്ക്. അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു ജീവിയും ഈ ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആ ജീവിയിൽ മാറ്റങ്ങൾ ഉണ്ടായി വരും. അങ്ങനെ മാറാത്ത ജീവികൾ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർ കുരങ്ങുന്നുണ്ടായതാണ് എന്നാണ്. പരിണാമവാദത്തെ പറയാൻ ശ്രമിക്കുകയാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ കുരങ്ങുന്ന മനുഷ്യനുണ്ടായി, അങ്ങനെ കുരങ്ങുന്ന മനുഷ്യൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാ കുരങ്ങും നശിച്ചു പോകും. അതാണ് അത്ര പരിണാമ സിദ്ധാന്തം. ഇത് എവിടുന്ന ഇത് പഠിപ്പിക്കുന്നത്? ഇത് പഠിപ്പിക്കുന്ന മദ്രസകൾ ഉണ്ട് എന്നാണ് എനിക്കിപ്പം സംശയം. ഏതെങ്കിലും അഫ്ഗാനിസ്ഥാൻ താഴ്വരകളിലോ ഏതെങ്കിലും യമനിലെയോ സിറിയയിലെയോ മലമടക്കുകളിലോ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ പരിണാമശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ലോകത്തുള്ള ആളുകൾ, അതിന് പറ്റുന്ന ആളുകൾ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിണാമ വിദഗ്ധർ നാട് നീളെ ഇറങ്ങി പരിണാമത്തിന്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് സയൻസിന്റെ കാര്യം തീരുമാനമാകും. അപ്പൊ ഇക്കാരണം കൊണ്ട് തന്നെ സയൻസ് അന്ധവിശ്വാസമാണ്, സ്വതന്ത്ര ചിന്ത അന്ധവിശ്വാസമാണ്. കാരണം മനുഷ്യന്മാർ കുരങ്ങുന്നുണ്ടായതാണെങ്കിൽ ഇതാണ് ചോദ്യം കേട്ടോളി. എങ്കിൽ കുരങ്ങുകൾ കാലക്രമത്തിൽ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അവർ മനുഷ്യരായി മാറിയെങ്കിൽ മനുഷ്യരായി മാറാത്ത കുരങ്ങുകൾ എന്തുകൊണ്ട് ഈ ലോകത്ത് ബാക്കിയായി? അതൊരു ചോദ്യമാണ്, ഒരു ഒന്നൊന്നര ചോദ്യമാണ്. അതായത് ഒരു ജീവി ഈ ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആ ജീവി മാറി മാറി പുതിയ ഒരു ജീവിയായി മാറുമെങ്കിൽ എന്തുകൊണ്ടാണ് പഴയ കാലത്തെ കുരങ്ങുകൾ മാറ്റം വരാതെ ഇപ്പോഴും ലോകത്ത് ബാക്കിയായത്? ഉത്തരം മുട്ടൂലേ സയൻസ്? കഷ്ടപ്പെടൂട്ടാ, സയൻസ് ഒക്കെ വിടുന്നതാണ് നല്ലത്. ഇത് അന്ധവിശ്വാസമാണ് ശരിക്കും, അല്ലേ? ഇനി ശരിക്കും എങ്ങനെയാ മനുഷ്യനുണ്ടായത് നിങ്ങൾക്ക് അറിയോ? യഥാർത്ഥ വിശ്വാസം, തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കേണ്ടുന്ന, കണ്ണിൽ കുത്തുന്ന തെളിവുള്ള വിശ്വാസം. എന്താ അറിയോ? അള്ള ഒരു ദിവസം മലക്കളെ പറഞ്ഞയച്ചു, മലക്കളല്ല ജിബ്രീലിനെ പറഞ്ഞയച്ചു. പലയിടത്തുനിന്നായിട്ട് മണ്ണ് കൊണ്ടുവന്നും മണ്ണിന്റെ സത്ത കൊണ്ടുവന്നും മണ്ണ് കലക്കിയിട്ട് അതിന്റെ ഊറിയ വെള്ളം കൊണ്ടുവന്നും ചളി കൊണ്ടുവന്നും പല അഭിപ്രായമുണ്ട്. അതൊന്നും അവിടെ കൊണ്ടുപോയിട്ട് ചവിട്ടി കൂട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സാധനം വെച്ച് കുഴച്ചു. അള്ളാഹുവിന്റെ അസലിൽ മനുഷ്യനുണ്ടാക്കി, എന്നിട്ട് അള്ളാഹു റൂഹ് ഊതിക്കയറ്റി. അതിൻ്റെ ഇടയിൽ കുറെ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇബ്ലീസ് വഴിവഴിച്ച് പോകുന്നുണ്ട് ഈ സൃഷ്ടിപ്പ് കണ്ടിട്ടേ. ഇയാൾക്ക് ഇസ്ലാമും അറിയില്ല, ഖുർആനും അറിയില്ല, പരിണാമം അറിയില്ല, ശാസ്ത്രം അറിയില്ല. എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ എത്രയെത്ര ചോദ്യങ്ങൾ. എന്തുകൊണ്ട് മനുഷ്യനുണ്ടായി? എന്തുകൊണ്ട് കുരങ്ങുകളിൽ നിന്ന് ശരീരത്തിൽ മാത്രമല്ല ബുദ്ധിയുണ്ടാ മനുഷ്യനുണ്ടായി? ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവില്ല. പക്ഷേ അവർ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വാദമാണ് പുതിയ വാദം, ഞങ്ങളുടെ വാദങ്ങളാണ് ബുദ്ധിപരമായ വാദമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതാണ് ഇപ്പൊ തെളിവില്ലാത്തത് കൊണ്ട് കേട്ടോ അന്ധവിശ്വാസം അയാൾ പറയണത്. തെളിവുള്ള വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണ് കുഴച്ചുണ്ടാക്കിയാണ്. ഇനി മണ്ണ് കുഴച്ചുണ്ടാക്കിയതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കുറെ ജീവികളുണ്ട്. അത് നിങ്ങൾക്കറിയോ? ഈ കുരങ്ങെന്നാണ് മനുഷ്യനുണ്ടായതെന്ന് എത്ര പേർക്ക് അറിയാം? ഒരു ദിവസം ശനിയാഴ്ച ദിവസം ചൂണ്ടയിടാൻ പോകാൻ, ഇനി വെള്ളിയാഴ്ച എന്നും ചില അഭിപ്രായമുണ്ട്. ചൂണ്ടയിടാൻ പോയി. ചൂണ്ടയിടാൻ പാടില്ലാത്ത ദിവസമാണ്. മനുഷ്യന്മാർ കുറച്ച് പേര് ചൂണ്ടയിടാൻ പോയി. ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു വലെ കുരങ്ങാക്കി കളഞ്ഞു. അവരുടെ സന്താന പരമ്പരകളാണ് ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുരങ്ങുകൾ. ഇതാണ് വാസ്തവം. മറ്റതൊക്കെ അന്ധവിശ്വാസം. ഇനി പട്ടി ഉണ്ടായത് എങ്ങനെയാ അറിയാം? പട്ടി ആദ്യം നബിനെ മണ്ണും പഠിച്ചിങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പം ഇബിലീസിനെ വലിയ പിടിച്ചില്ല. ഇബിലീസ് ഒന്ന് കാർക്കിച്ച് തുപ്പി. ആ തുപ്പൽ ചെന്ന് പോയത് കറക്റ്റ് വയറിന്റെ അടുത്താണ്. അള്ള നോക്കുമ്പോൾ ഇബിലീസ് തുപ്പിയിട്ടാണ്. അള്ള ആ തുപ്പൽ അങ്ങനെയാണ് പറിച്ചെടുത്തിട്ട് അതിനെ വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് പട്ടി ഉണ്ടായത്. അതിൽ നിന്ന് ഉണ്ടായി വന്ന ജീവിയാണ് പട്ടി. അന്ന് ഇബിലീസ് തുപ്പിയിട്ട് അള്ള തുപ്പൽ പറിച്ചെടുത്തില്ലേ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വയറിലൊന്ന് കൈവച്ച് നോക്കിയേ, അവിടെ ഒരു ഹോള് കാണാം. അതെന്താണെന്നറിയോ? അത് അന്ന് ഇബിലീസ് തുപ്പിയത് അള്ള പഠിച്ചെടുത്തതാണ്. നിങ്ങളെ പുക്കളിന്റെ അംശമാണ് നിങ്ങളുടെ വീടിന് ചുറ്റും ഓടി നടക്കുന്ന ഓരോ പട്ടിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അറിവൊന്നും ഇല്ലാതെയാണ് യുക്തിവാദികൾ ഈ ഇസ്ലാമിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുഹൃത്തുക്കളെ. ഇങ്ങനെ എന്തൊക്കെ സൃഷ്ടിപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ. നിങ്ങൾക്ക് ഇതിനെ വില കുറിച്ച് അറിയോ? അല്ല കഥയുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് വെറുതെ ഞങ്ങളാണ് സ്വതന്ത്ര ചിന്തകർ, ഞങ്ങൾക്കാണ് യുക്തിയുള്ളത്, ഞങ്ങൾക്കാണ് ശാസ്ത്രമുള്ളതെന്ന് പറഞ്ഞ് വെറുതെ നടക്കുക. ഒന്നും അറിയില്ല. ഇസ്ലാമിക ചിന്താരീതി ലോകത്തിലെ ഏറ്റവും ആധുനികവും മനോഹാരിതവുമായ ചിന്താരീതിയാണ്. നിങ്ങൾ ഇന്റർനെറ്റിൽ വെറുതെ ഒന്ന് പരിശോധിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ ദിവസവും ഏത് മതത്തിലേക്കാണ് പുതിയതായിട്ട് കടന്നു വരുന്നത് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് പരിശോധിക്കും. നമ്മുടെ കയ്യിലെ മൊബൈലിൽ ഗൂഗിളിൽ പരിശോധിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ ദിവസവും ഒരു മതത്തിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാം മതത്തിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടു തരം തെളിവ് തന്നു ഇസ്ലാമാണ് മികച്ചത് എന്നുള്ളതിന്. ഒന്ന്,
പിന്നെ ഈ പറയപ്പെടുന്നത് പോലെ യുക്തിവാദത്തിന്റെ പ്രശ്നം പറഞ്ഞു തന്നു. അത് പൗരാണികമല്ല, ആധുനികമാണെന്ന് പറഞ്ഞു. തെളിവുകൾ അതിന്റെ പിൻബലമുള്ളത് ഇസ്ലാമിനാണെന്ന് ഉസ്താദ് പറഞ്ഞു തന്നു. ഇനി നമുക്ക് സമകാലിക സംഭവ വികാസങ്ങളിലേക്കും ആളുകളുടെ വ്യക്തി അനുഭവങ്ങളിലേക്ക് കൂടി നോക്കാം. നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്യൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ഏതിലേക്കാണ്? ഇസ്ലാമിലേക്കാണ്. ഒരു കാര്യം, എക്സ്ക്യൂസ് മീ, ഉസ്താദ് നിന്ന് പ്രസംഗിക്കുന്നത് ഏത് പരിപാടിയാണെന്ന് വല്ലതും അറിയോ? നിങ്ങളെ വീട്ടിലുള്ള കുട്ടികൾ ദീന് വിട്ടു പോകുന്നു എന്ന് പരാതിയുള്ള രക്ഷിതാക്കൾക്ക് അതിനെ തടയാൻ എന്താ പ്രതിവിധി എന്ന് ആലോചിക്കാൻ കൂടിയ മീറ്റിംഗിലാണ് ഉസ്താദ് നിന്ന് സംസാരിക്കുന്നത്. എന്നിട്ടാണ് അവിടെ നിന്നിട്ട് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു മതത്തിലേക്ക് ഒഴുകുന്നത് ഇസ്ലാമിലേക്കാണ് എന്ന്. നിങ്ങളൊക്കെ തൊലിക്കട്ടി ഉണ്ടല്ലോ, സമ്മതിച്ച്. जो औरातें हैं उनके साथ वो निजासत को साफ करना, फिर आले बैत साहबा वाले मुतारात के मुकद्दस नाम उनको माज़अल्लाह सरेआम उनके ऊपर गंदगी डालना और इस तरह की वीडियोस ये हैं। मैं आज तक आपको इस तरह कमजोर नहीं देखा। हम किसी जगह पे तौहीन नहीं सुनी। हम वो बदनसीब हैं जो ये सारा कुछ देख रहे हैं। जिंदगी खराब कर दी गई और इस मुल्क का अमन, इस मुल्क की तबाही करने के लिए इस हद तक मेरा दुश्मन गिर जाएगा। Research show that over 100,000 Muslims leave Islam every single year. Our youth are full of doubts. 24% of Muslim youth are leaving Islam. 23% are becoming apostates of Muslims, American-born Muslims. Wallahi. Some are leaving Islam, yet they are still leading their prayers out of fear. What is? അപ്പൊ ഇതാണ് കഥ. ചിന്തിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിന്റെ സത്യസന്ധതയും അതിന്റെ സുതാര്യതയും മനസ്സിലാക്കി വന്നതാണ്. അപ്പൊ ഇത്രയും ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, അകത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ സുതാര്യതയും സത്യസന്ധതയും മനസ്സിലാക്കിയിട്ടാണ്. അത് പറഞ്ഞ കാര്യം ശരിയാണ്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയതിന്റെ ഉദ്ദേശമാണ്. ഇപ്പം മറ്റൊരു പറഞ്ഞില്ലേ, നിലവിളിച്ചോണ്ട് നിങ്ങൾ അവിടെ മീറ്റിംഗ് കൂടിയില്ലേ, കുട്ടികളൊക്കെ മതം വിട്ടു പോകുന്നു, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്ന് നിലവിളിക്കുന്നത് ഇസ്ലാം പഠിച്ചത് കൊണ്ടാണ്. അതാണ് പ്രശ്നം. എന്റെ പുതിയ തലമുറയോട്, എന്റെ മക്കളോട് എനിക്ക് സത്യസന്ധമായി പറയാനുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും ആധുനികവും മനുഷ്യന്റെ ബുദ്ധിക്ക് ഏറ്റവും അനുയോജ്യമായതും ഇസ്ലാമിക വിശ്വാസമാണ്. അതിനെ നിരാകരിക്കുന്ന ഈ മുഴുവൻ ഈ തകർപ്പൻ ഈ വാദങ്ങളുണ്ടല്ലോ, അതൊക്കെ മനുഷ്യന് നാശമുണ്ടാക്കുന്നതും മനുഷ്യനെ നശിപ്പിക്കുന്നതും മനുഷ്യനല്ലാതാക്കുന്നതുമായ വിശ്വാസങ്ങളാണ്. ഇനി അടുത്തത് ആധുനികത. ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക മതം ഇസ്ലാം മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്ലാമിന് മറ്റു ബ്രാഞ്ചുകളില്ല. ഇസ്ലാം അല്ലാത്തൊരു ഓപ്ഷൻ ഇല്ല. ഏറ്റവും മികച്ചത്, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മാനവിക ദർശനം, മൂല്യം ഒക്കെ ഉൾച്ചേർന്നിട്ടുള്ളത് ഇസ്ലാമാണ്. അടുത്ത അവകാശവാദം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ ലിബറൽ ചിന്താഗതി, ഈ സ്വതന്ത്രവാദം, എനിക്കാരോടും കടപ്പാടില്ല, എനിക്കാരോടും ഒരു കടമയുമില്ല, ഞാനും എന്റെ ശരീരവും എന്റെ ജീവിതവും എന്റെ ആസ്വാദനവും എന്ന് പറയുന്ന ആ വിശ്വാസം ആദ്യമായി മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പറിച്ചറിയുന്നത് ദൈവവിശ്വാസം അഥവാ മതവിശ്വാസത്തെ. എന്താ ചെയ്യാം? ആളുകളുടെ ഉള്ളിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പറിച്ചെറിയുന്നത് സ്വന്തം വ്യക്തി താല്പര്യമല്ല. വ്യക്തി താല്പര്യമുള്ളവൻ ഇസ്ലാമിൽ നിൽക്കും. അവൻ ഇഹലോകത്തും പരലോകത്തും ജീവിക്കാൻ സുഖം ഇസ്ലാമാണ്. ഇവിടെ നിങ്ങൾ എന്താണോ വ്യക്തി സ്വാതന്ത്ര്യം, ആസ്വാദനം എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത്, അത് ഇഹത്തിലും പരത്തിലും മനസ്താപമില്ലാതെ ചെയ്യാൻ പറ്റുന്നു എന്നത് ഇസ്ലാമിലാണ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ നമ്മൾ പലർക്കും മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്തത് മതവിശ്വാസം മനുഷ്യന് കൊടുക്കുന്ന ചില അച്ചടക്കങ്ങൾ, മതവിശ്വാസം മനുഷ്യർക്ക് കൊടുക്കുന്ന ചില നന്മകൾ, മതവിശ്വാസം മനുഷ്യ സമൂഹത്തിന് കൊടുക്കുന്ന ചില ഗുണങ്ങളുണ്ട്. ആ മതവിശ്വാസത്തെ പറിച്ചറിഞ്ഞ് ഈ ഒരു ലിബറൽ വാദം, സ്വതന്ത്രവാദം സമൂഹത്തിൽ വന്നാൽ സമൂഹത്തിന് അതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? കാരണം മതം പറയുന്നത് നീ നിന്റെ സഹോദരനെ സഹായിക്കണം, അവനെ ഉപദ്രവിക്കരുത്, അവനെ വേദനിപ്പിക്കരുത്, അവനെ കഷ്ടപ്പെടുത്തരുത്, അവന്റെ ഇഷ്ടങ്ങളെ നിന്റെ ഇഷ്ടങ്ങളായി നീ കാണണം, അതുകൊണ്ട് നീ അവനോട് സ്നേഹത്തോടെ പെരുമാറണം. ഇതാണ് മതം പറയുന്നത്. മതം പറയുന്ന മൂല്യവും മതത്തിന് പുറത്തുള്ള മൂല്യവും തമ്മിലുള്ള ഒരു താരതമ്യത്തിനുള്ള ഉദാഹരണമാണ് ഉസ്താദ് പറഞ്ഞത്. ആ ഉദാഹരണത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, നീ നിന്റെ സഹോദരനെ എന്ന് പറയുന്നിടത്ത് ഇസ്ലാമിൽ സാഹോദര്യം മുസ്ലിമിനോട് മാത്രമാണ്. മതം ഉപേക്ഷിച്ച എന്ത് സംഭവിക്കും? ഇസ്ലാമിക സാഹോദര്യം എന്ന ആ ഒരു മറയങ്ങ് നീങ്ങിക്കിട്ടും. ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് എന്ന് തോന്നും. എല്ലാ മനുഷ്യരും മനുഷ്യരാണെന്ന് തോന്നും. പക്ഷെ ഇസ്ലാമിനകത്ത് നിൽക്കുമ്പോൾ മുസ്ലിം അമുസ്ലിം, മുസ്ലിം സഹോദരൻ, മുസ്ലിം ബ്രദർഹുഡ്, മുസ്ലിം ഉമ്മത്ത്, ഈ ഒരു പ്രശ്നം മനുഷ്യർക്കിടയിൽ ഒരു വേർതിരിവായിട്ട് തന്റെ എല്ലാ വ്യവഹാരങ്ങളിലും പുലർത്താൻ, അത് പരിഗണിക്കാൻ ഒരു മനുഷ്യൻ ബാധ്യസ്ഥനാകും എന്നതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാണ്. ഇതിൽ കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നാൽ വിശദീകരിച്ചു തരാം.
എന്നാൽ എന്റെ സഹോദരനെ ഞാൻ എന്ത് നോക്കണം, അവന്റെ ഇഷ്ടങ്ങൾ ഞാൻ എന്ത് നോക്കണം, മാനവികതയ്ക്ക് എന്ത് അർത്ഥമാണുള്ളത്, എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോലെ, എന്റെ സന്തോഷം, എന്റെ ആസ്വാദനം, എന്റെ ആഹ്ലാദം, എന്റെ സുഖം അത് നോക്കിയാൽ പോലെ, ഞാൻ എന്തിന് മറ്റുള്ളവരെ നോക്കണം എന്ന ഈ സ്വതന്ത്ര ചിന്താഗതി മനുഷ്യർക്ക് എന്ത് നന്മയാണ് കൊടുക്കുക? ഈ സ്വതന്ത്ര ചിന്താഗതി, സ്വാർത്ഥത, തന്റെ ലാഭം, തനിക്ക് കിട്ടുന്ന സ്വർഗം, തനിക്ക് നരകം കിട്ടാതിരിക്കുക എന്ന ചിന്തയിൽ മനുഷ്യർക്കിടയിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള വിവേചനങ്ങൾ അത്രയും, കൂടെ ജീവിക്കുന്ന മനുഷ്യരോടുള്ള വിവേചനങ്ങൾ, സ്ത്രീകളോടുള്ള വിവേചനങ്ങൾ, അടിച്ചമർത്തലുകൾ, ഇതര മതങ്ങളോട് കാണിക്കുന്ന വിവേചനം, പ്രശ്നം, യുദ്ധം, തർക്കം, എല്ലാത്തിന്റെയും കാരണം ഈ സ്വാർത്ഥതയാണ്. അപ്പൊ ഈ സ്വാർത്ഥത ഏതിനകത്താ ഉള്ളത്? ഇസ്ലാമിനകത്ത്. ഇതൊക്കെ വിശദീകരിക്കണമെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് വിശദീകരിക്കാം. ഇപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പോവാണ്. ഈ സ്വതന്ത്ര ചിന്താഗതി രണ്ടാമതായി തകർത്ത് കളയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുരക്ഷിത സംവിധാനമായ അവന്റെ കുടുംബ ജീവിതത്തെയാണ്. മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ബന്ധുക്കളും അടങ്ങുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കടമകളും കടപ്പാടുകളും ഉണ്ട്. എന്റെ ബാപ്പയെ സംരക്ഷിക്കേണ്ടവൻ ഞാനാണ്, എന്റെ ഉമ്മയെ സംരക്ഷിക്കേണ്ടവൻ ഞാനാണ് എന്ന ബോധം മകനും, എന്റെ മക്കളെ വളർത്തേണ്ടത് എന്റെ ബാധ്യതയാണ് എന്ന ബോധം മാതാപിതാക്കൾക്കും, ഞങ്ങൾ കുടുംബത്തിലെ ഓരോരുത്തരും പരസ്പരം അറിഞ്ഞും അറിയാതെയും സഹായിച്ചു കൊണ്ടുവരിക്കേണ്ടവരാണ് എന്ന ആ കുടുംബ ബന്ധവും അതിനെ ഈ ചിന്താഗതി പാടെ നശിപ്പിച്ചു കളയാം. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന് പുറത്ത് ഒരൊറ്റ കുടുംബം പോലും ഉണ്ടാവില്ല. കുടുംബം, അതിനോടുള്ള കമ്മിറ്റ്മെന്റ്, കുടുംബ ജീവിതത്തിലുള്ള ഓരോരുത്തരുടെ ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പറയുന്നത് മതവുമായി ബന്ധമില്ല. അത് ആ ഒരു മനുഷ്യന്റെ ചിന്താഗതിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മതത്തിന് പ്രത്യേകിച്ച് സ്വാധീനമില്ല. മതത്തിന്റെ സ്വാധീനം മറ്റു മനുഷ്യരെ പേടിച്ചിട്ടാണ്. മതത്തിന്റെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മത്തിനെയൊക്കെ പേടിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അതേ സമയത്ത് ഭദ്രമായ കുടുംബജീവിതം എന്ന് ഇസ്ലാമിന് എങ്ങനെയാ പറയാൻ പറ്റുക? ഒരു പുരുഷന് കീഴിൽ സമ്പൂർണ്ണമായി കീഴൊതുങ്ങുന്ന അടിമജന്മങ്ങളായി സ്ത്രീകൾ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ആ കുടുംബ സമാധാനാവും. അതേ സമയത്ത് അദ്ദേഹം അപ്പുറത്തൊരു 2 or 3 ഭാര്യമാരുണ്ടെങ്കിൽ കുടുംബജീവിതം ഭദ്രം. ഇനി ഞാൻ പറഞ്ഞതുപോലെ വീടിന്റെ കോമ്പൗണ്ടിന് ചുറ്റും ലായം കെട്ടിയിട്ട് അവിടെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് അടിമ സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അതും കുടുംബജീവിതത്തിന്റെ ചുറ്റുഭദ്രതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതാണ്. ഇനി സ്വാർത്ഥ താല്പര്യം, സുഖാസ്വാദനം, സൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഈ മാതാപിതാക്കളോടുള്ള കടമ, മക്കളോടുള്ള കടമ, രക്ഷിതാക്കളോടുള്ള കടമ. നിങ്ങളൊരു വിശ്വാസിനോട് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ എന്തിനാണ് നിങ്ങളെ വാപ്പാനെയും ഉമ്മാനെയും നോക്കണമെന്ന്? പടച്ചോൻ ഭാഗത്ത് കൂലിയിട്ടാനാണ് എന്ന് പറയും. മക്കളെ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നത്, അവരെ പഠിപ്പിക്കുന്നത് പടച്ചോൻ ഭാഗത്തുനിന്ന് കൂലി കിട്ടാനാണ്. നാളെ മരിച്ചു എന്നാൽ എന്നോട് ചോദിക്കും, എനിക്കതിന് കൂലി കിട്ടും എന്ന നീയത്തിൽ സ്വന്തം മക്കളെയും കുടുംബത്തെയും കൂടപ്പറപ്പുകളെയും സ്നേഹിക്കുന്നതിന് മതനിബന്ധന പ്രേരണയാണ് എന്ന് പറയുന്ന ആൾക്കാരോളം മനുഷ്യത്തല്ലാത്ത സ്വാർത്ഥരായിട്ടുള്ള വേറെ മനുഷ്യന്മാരുണ്ടോ? കുടുംബജീവിതം, കുടുംബബന്ധം, സാഹോദര്യം, സൗഹൃദം ഇതെല്ലാം നിസ്വാർത്ഥമായിരിക്കണം. അത് നിങ്ങൾക്ക് ഇവിടെ കൂലി കിട്ടുമോ അവിടെ കൂലി കിട്ടുമോ, കൂലി പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ചെലവിന് കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ സംരക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളോളം സ്വാർത്ഥനായിട്ടുള്ള വേറെ ആരുള്ളത്? അതിന്റെ പേരാണോ മാനവികത? അതിന്റെ പേരാണോ മൂല്യം? അതിന്റെ പേരാണ് സ്വാർത്ഥത. ഇതേ സ്വാർത്ഥതയിലാണ് സ്വന്തം പിതാവ് സ്വന്തം പ്രവാചകനെ പരിഹസിച്ചതിന്റെ പേരിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാപ്പയുടെ തലയറക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. ഇതേ മതാണ്, ഇതേ ദൈവമാണ്. എന്നിട്ട് ആ തല ഫുട്ബോൾ പോലെ പറന്നുപോയി എന്ന് ആർത്തനാദമായിട്ട് അല്ലെങ്കിൽ ആർത്തട്ടഹസിച്ചുകൊണ്ട് അതിന്റെ പോരിശ വളമ്പുന്ന വയല് പറയുന്നത് ഇതേ വിശ്വാസമാണ്. അത് കേട്ടിട്ട് തക്ബീർ വിളിക്കുന്നത്, ഹുബ്ബുർ റസൂലിന്റെ ലക്ഷണമായിട്ട് സ്വന്തം പിതാവിന്റെ തലവെട്ടിയ കഥ പറയുന്നതും അത് കേട്ട് തക്ബീർ വിളിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭ്രാന്തിന്റെ പേരമാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. ഇസ്ലാം പഠിപ്പിച്ച മൂല്യങ്ങൾ പോരട്ടെ, നമുക്ക് പരിശോധിക്കാലോ. ഒരു കോഴിമുട്ട വിരിഞ്ഞ് ആ തോടിന്റെ ഉള്ളിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വന്നാൽ പിന്നെ ആ കോഴിമുട്ട തോടിന് എന്ത് പറ്റി എന്ന് നോക്കേണ്ട ചുമതല ആ കോഴിക്കുട്ടിക്കില്ലാതെ എങ്ങനെ? ഒരു മുട്ടത്തോട് കൊത്തിപ്പൊട്ടിച്ച് ആ കോഴിക്കുഞ്ഞ് മുട്ടത്തോടിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ ആ മുട്ടത്തോടിന് എന്ത് പറ്റി? വലിച്ചെറിഞ്ഞോ, കാക്ക കൊത്തിയോ, അത് പൊട്ടിച്ച് ചെടിയിലുള്ളിട്ടോ, ഇതൊന്നും ആ കോഴിക്കുഞ്ഞ് നോക്കണ്ട. കോഴിക്കുഞ്ഞ് പിന്നെ ആ മുട്ടത്തോടിലേക്ക് തിരിഞ്ഞു നോക്കിയല്ല, കോഴിക്കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക്. അത്രയേ ഉള്ളൂ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കോഴിക്കുഞ്ഞിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ മുട്ടത്തോടാണ് എന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല? അതാണ് സംഭവം. മാതാപിതാക്കൾ മക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവൻ ഒന്നിനു മാത്രം പോകുന്നവനായാൽ പിന്നെ അവനായി, അവന്റെ സ്വാതന്ത്ര്യമായി, അവന്റെ ഇഷ്ടങ്ങളായി മാതാപിതാക്കൾ അവന്റെ ജീവിതത്തെ സ്വാധീനിക്കേണ്ട. 10-18 വയസ്സായ ഒരു പെൺകുട്ടിയോട് വിവാഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, മാതാപിതാക്കളൊക്കെ ശരി തന്നെ, പക്ഷേ മാതാപിതാക്കൾ എന്നെ വളർത്തിയത് 18 കൊല്ലമല്ലേ, എന്നാൽ ഇഷ്ടമുള്ള ദീർഘമായ കാലം ഞാൻ ജീവിക്കേണ്ടത് എന്റെ ഭർത്താവിന്റെ കൂടെയല്ലേ, അതുകൊണ്ട് എന്റെ ഭർത്താവിനെ തെരഞ്ഞെടുക്കാൻ എന്തുകൊണ്ട് എനിക്ക് അധികാരമില്ല എന്നാണ് ആ പെൺകുട്ടിയുടെ ചോദ്യം. ചോദ്യത്തിൽ എന്താ പ്രശ്നം? ആ പെൺകുട്ടികൾ കൂടി ബോധ്യപ്പെടണ്ടേ? ആ പെൺകുട്ടിയല്ലേ കൂടെ ജീവിക്കേണ്ടത്, ആ പെൺകുട്ടിയല്ലേ തെരഞ്ഞെടുക്കേണ്ടത്? അതെന്തോ വലിയ പ്രശ്നമായിട്ട് പറയുന്ന ഇവരുടെ മതത്തിൽ നേരെ തിരിച്ച് വാപ്പ ഇപ്പൊ വളർത്തി വലുതാക്കിയതിന്റെ പോരിശ പറയുണ്ടല്ലോ,
വളർത്തി വലുതാക്കിയതിന്റെ കണക്ക് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ സമ്മതം ചോദിക്കാതെ തൊട്ടിൽ കിടക്കുമ്പോൾ കെട്ടിച്ചു വിടാൻ വാപ്പാക്ക് അധികാരം ഉണ്ടോ എന്ന് ചോദിക്കിയ ഉസ്താദിനോട്. ഉണ്ട്. അതെന്താ? വാപ്പ മക്കൾക്ക് നല്ലതല്ലാതെ ഒന്നും ചെയ്യൂലല്ലോ. എജാതി നന്മ. പുതിയ കാലത്തെ കുട്ടികൾ പൊതുവെ സ്വാതന്ത്ര്യ ബോധത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവർ. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വേഗം പാഞ്ഞു കയറും. അതിന്റെ നന്മതിന്മകളൊന്നും അവർക്ക് പറയില്ല. സ്വന്തം വീട്ടിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന മാതാപിതാക്കൾ അറിയാതെ മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ആ പെൺകുട്ടി വിചാരിക്കുകയാണ് ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്കാണ് പോകുന്നത്. എന്നാൽ 8-10 മാസങ്ങൾക്ക് ശേഷം അടിവയറ്റിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞ് ആ പെണ്ണിനുണ്ടാക്കുന്ന അസ്വസ്ഥതയും അവൾ നീട്ടി വിളിക്കുന്നത് അവളുടെ അമ്മയായിരിക്കും, അവളുടെ ഉമ്മയായിരിക്കും. അപ്പോൾ അവർക്ക് ബോധ്യമാകുന്നത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നവളല്ല, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടായിരുന്നു, ഞാൻ അവരെ വലിച്ചെറിഞ്ഞു പോകുന്നതാണ് എന്ന ബോധ്യം അപ്പോഴാണ് അവർക്ക് ഉണ്ടാവുക. അത് മുസ്ലിം വീടിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയിട്ട് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രം ഉണ്ടാവുന്ന സാധനമല്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞതൊന്നും. ഇസ്ലാമിനകത്തേക്ക് അറബി കോളേജിലും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളും പ്രണയത്തിൽപ്പെട്ട് അമുസ്ലിം ആയിട്ടുള്ള രക്ഷിതാക്കളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഷഹാദത്ത് കലിമയും ചൊല്ലി വീട്ടുകാരെ ഉപേക്ഷിച്ച് വീടും വിട്ട് ഇറങ്ങി വന്ന് മുസ്ലിം വീട്ടിൽ താമസിച്ചിട്ട് അവിടെ വെച്ച് പ്രസവ വേദന ഉണ്ടായാലും അമ്മേ എന്ന് ആ കുട്ടി നീട്ടി വിളിക്കും, അപ്പോഴും വിളിക്കും. എന്താ ഇങ്ങോട്ട് വരുമ്പോ മാത്രം അപ്പൊ അവിടെ കുടുംബം, ബന്ധം, വേവലാതിയും ബേജാറും കമ്മിറ്റ്മെന്റും ഒന്നുമില്ലേ? എന്ത് നാണപ്പായി പറയുന്നത്? എന്റെ മക്കളോട് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബങ്ങൾ നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ നന്മകളെ വളർത്താനും നമ്മുടെ തിന്മകളെ തിരുത്താനും നമ്മുടെ പോരായ്മകളിൽ നമ്മുടെ കൂടെ നിൽക്കാനും നമ്മുടെ നഷ്ടങ്ങളിൽ നമ്മളെ സഹായിക്കാനും ഒക്കെ ഉള്ളവരാണ്. അവരെ പറിച്ചറിഞ്ഞ് ബന്ധങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ അതിതീക്ഷ്ണമായ ചില സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനാവാതെ സാരമില്ല എന്ന് പറയാൻ പോലും ഒരാളില്ലാതെ, നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയാൻ ഒരു ബന്ധത്തിന്റെ ആളുകളില്ലാതെ ഒറ്റയ്ക്ക് അവസാനം മനസ്സിന്റെ സമനില തെറ്റി ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ, നമുക്ക് ബന്ധങ്ങൾ വേണം. ആ ബന്ധങ്ങൾക്കുള്ളിലാണ് നമ്മൾ ജീവിക്കേണ്ടതും. വളരെ എജാതി പ്രാക്കാവരാകുന്നല്ലേ? എന്ത് ബന്ധം? ഇത് ഈ ബന്ധങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാള് ഇസ്ലാം മതം ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ ബന്ധം എന്ന് പറയുന്ന സാധനം എന്തായി? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. മനുഷ്യർ തമ്മിലുള്ള കുടുംബം തമ്മിലുള്ള ബന്ധമാണോ ആദർശപരമായി ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസത്തിനാണോ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു നോക്കിയ ഉസ്താദിനോട്. അപ്പൊ ഉസ്താദ് പറയും കുടുംബം വേണ്ട, ബന്ധം വേണ്ട, ഒന്നും വേണ്ട, ദീനു മതി, അല്ല മതി, അപ്പൊ മില്ലത്ത് ഇബ്രാഹിമു മതി എന്നായി. ഈ കപടവാദം, ഈ ഉസ്താദിനെ പോലെയുള്ള ആളുകളാണ് വാസ്തവത്തിൽ ഇസ്ലാമിൽ നിന്ന് കുട്ടികളെ പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഇതുപോലത്തെ വിവരക്കേടുകൾ, ഇതുപോലത്തെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ, ഇതുപോലെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ, ഇതുപോലത്തെ തള്ളുമ്പോൾ കുട്ടികൾ പോയി കിതാബ് മറിച്ച് നോക്കും. ഉസ്താദ് പറഞ്ഞാണോ ശരി അതോ വിമർശിക്കുന്നവൻ പറഞ്ഞാണോ ശരി? കുട്ടികളുടെ കിളി പോവും. ഇതല്ലേ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മൾ ഒറ്റക്കല്ല, ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ കൃത്യമായ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അത് ശരിയാ. ഇത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചതാണ്. അത് ഇസ്ലാമിന്റെ നിയമങ്ങളാവണം എന്നാണ് ഇപ്പൊ ഉസ്താദ് ഇനി പറഞ്ഞു വരുന്നത് കേട്ടോ. നേരത്തെ ട്രാഫിക്കിന്റെ നിയമമൊക്കെയാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇസ്ലാമിന്റെ നിയമങ്ങൾ തന്നെ പാലിക്കണം. എന്താണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ? 1-2 സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നിർത്താം. അള്ളാഹുവിന്റെ നിയമങ്ങൾ അത്രയും മനുഷ്യന് ഗുണകരമാണ്. ആ നിയമങ്ങളെ അധിക്ഷേപിക്കുന്നതോ നിരാകരിക്കുന്നതോ മനുഷ്യ ജീവിതത്തിൽ കടുത്ത നഷ്ടങ്ങളാണ്. അതുകൊണ്ട് എന്റെ മക്കളോട് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ ആധുനികത എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവിന്റെ നിയമങ്ങൾ. അതെ, ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത്രയും പരിഷ്കൃതമായിട്ടുള്ള നിയമങ്ങളാണ്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇറാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ നോക്കിയാൽ മതി. കാരണം പക്ക ഖുർആനിക നിയമങ്ങളാണ്. ഇറാനിലെ പല നിയമങ്ങളും ശിക്ഷാവിധികളൊക്കെ ഖുർആനിലെ ആയത്ത് അതേപോലെ തർജ്ജമ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും മികച്ച നിയമം. എന്തൊക്കെയാണ് ആ മികച്ച നിയമം നമ്മൾ പറയണ്ടല്ലോ. അതിൽ ഒരെണ്ണം ഒരാൾ മതം വിട്ടാൽ അവനെ കൊല്ലണം എന്ന് തന്നെയാണ്. അപ്പൊ അതിനേക്കാളും മികച്ച ഒരു നിയമമൊന്നും ലോകത്ത് വേറെ ഇസ്ലാം അല്ലാതെ ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഇസ്ലാമിന് വഴിപ്പെടുക, ഇസ്ലാം അനുസരിക്കുക, അതാണ് ഏറ്റവും മികച്ച നിയമം എന്ന് വിശ്വസിക്കുക. മില്ലത്ത് ഇബ്രാഹിമിനെ മുറുകെ പിടിച്ച് മുത്തുനബീന്റെ സുന്നത്ത് ചെയ്ത് കാണിക്കുക. ആ സൃഷ്ടാവിനോട് നന്ദിയുള്ളവരാവുക എന്നത് ഒരിക്കലും അപരിഷ്കൃതമല്ല. അതാണ് ആധുനികം, അതാണ് ബുദ്ധി, അതാണ് ഏറ്റവും നല്ല ചിന്തയുടെ അടയാളം. അതാണ് ഏറ്റവും നല്ല ചിന്ത. ആ അള്ളാഹ്ക്കാണ് അടിമപ്പെടുക. അള്ളാഹിന്റെ നിയമമാണ് ഏറ്റവും മികച്ച നിയമം എന്നാണ് വിശ്വസിക്കുക. എങ്ങനെ? സമീന വാതഅന, മില്ലത്ത് ഇബ്രാഹിം. ഇത്തരം വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏത് അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഇബ്രാഹിമിന്റെ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തോട് ആർക്കാണോ വെറുപ്പ് തോന്നുന്നത് അവൻ പടുവിട്ടിയാണ്, മരവിട്ടിയാണ്. ഇബ്രാഹിം ചെയ്തിട്ടില്ല. പാപ്പാനോട് തർക്കിക്കാൻ പാടില്ലേ, മോനെ അർക്കാൻ പാടില്ലേ, ഭാര്യനെ ഒഴിവാക്കാൻ പാടില്ലേ, അതൊക്കെ മോശമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവൻ പമ്പര വിട്ടിയാണ്. കാരണം എന്താ അറിയാം? എന്താ? അത് മില്ലത്തുനിന്ന് പുറത്താ. അള്ള പറഞ്ഞാൽ, ദീനിന് വേണ്ടി അള്ള പറഞ്ഞാൽ പിന്നെ അതിൽ ചോദ്യം മറിച്ചിലൊന്നുമില്ല. ആ രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് അനുസരിക്കണം.
അപ്പം ഭാര്യനെ ഉപേക്ഷിക്കാൻ പാടുണ്ടോ, കുട്ടീനെ മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ സംശയം വരുന്നുണ്ടോ? നിങ്ങളെ ഈമാന്റെ കാര്യം പ്രശ്നമാണ്. സ്വന്തം മകൻ അറുക്ക് എന്ന് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടോ, അത്ഭുതം തോന്നുന്നുണ്ടോ, അതെന്തോ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ ഈമാൻ പ്രശ്നമാണ്. നിങ്ങൾ പെട്ടെന്ന് ഉസ്താദ്മാരെ കാണിക്കണം, എന്നിട്ട് മില്ലത്തിൽ ഒട്ടിച്ചു നിർത്തണം. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ചിന്തയില്ല, അതനുസരിക്കുക, അതാണ് നീതി. ആ നീതിയാണ് ഇബ്രാഹിമി ആദർശം. ആ ആദർശത്തെ നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് ഹജ്ജും ബലിപെരുന്നാളും ഉലുഹിയത്തും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അതാണ് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും വിജയിക്കുവാനുള്ള ഒരേ ഒരു മാർഗം എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഉസ്താദ് പറയാനുള്ളത്. ഇനി ഒരു തമാശ കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതായത് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ? എങ്ങനെയാണ് ഇപ്പൊ ഈ എന്തുകൊണ്ടാണ് അള്ളാഹിന്റെ നിയമമാണ് ഏറ്റവും മികച്ച നിയമം എന്ന് ഉസ്താദ് പറഞ്ഞിട്ട് ആർക്കും ഇതുവരെ മനസ്സിലാവാത്തതെന്നുള്ളവർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഉസ്താദ് പറഞ്ഞുതരാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ അല്ലെ? സ്മാർട്ട് ഫോൺ. ശരി, അപ്പൊ ഉസ്താദെ പറഞ്ഞു കൊടുക്കി. എല്ലാവരും ആ സ്മാർട്ട് ഫോണുമൊക്കെ ഒന്ന് രണ്ട് കണ്ണും കുറച്ചു നേരം ഒന്ന്, നിങ്ങളിപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിലാണെങ്കിൽ ആ വീഡിയോയിൽ നിന്ന് മാറ്റിയ ഫോണിലേക്ക് നിങ്ങളുടെ കണ്ണ് ഒന്ന് പായിക്കുക. ഇനി വേറെ എന്തെങ്കിലും ഡിവൈസിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളൊന്ന് നല്ല ആധുനികമായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കേട്ടോ. ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതാക്കട്ടോ. ഇവിടെ ഒരു കുട്ടി നല്ലൊരു ഫോൺ വാങ്ങി, നല്ല ഫോൺ വാങ്ങിയപ്പോഴേ ആ കമ്പനി പറയുന്നുണ്ട് എന്താ പറഞ്ഞാൽ ഈ ഫോണിന്റെ ചാർജർ, ഈ ഒറിജിനൽ ചാർജർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതല്ലാത്ത ചാർജർ കൊണ്ട് ഈ ഫോൺ ചാർജ് ചെയ്യരുത്, അത് ചാർജ് ചെയ്താൽ ഫോണിന്റെ ബാറ്ററി അടക്കം ഫോണിന് തകരാറുണ്ടാവും എന്ന് ആ കമ്പനി ആ കുട്ടിയോട് പറഞ്ഞു. പക്ഷെ പുറത്തു വന്ന് സ്കൂളിൽ വന്നപ്പോ ഓന്റെ കൂട്ടുകാർ പറഞ്ഞു അതൊക്കെ വെറുതെ പറയാം, അതൊക്കെ പഴയ പരിപാടിയല്ലേ, ഏത് ചാർജർ കൊണ്ട് ഫോൺ ചാർജ് ചെയ്യാം, അതൊക്കെ പൊട്ടത്തറ, എന്റെ ഫോൺ ഞാൻ ഏതൊക്കെ ചാർജർ കൊണ്ടാ ചാർജ് ചെയ്യല്, നിന്റെ ഫോണിനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാണ് പറയും അതെ നിങ്ങളെ ഫോൺ ഏതുകൊണ്ട് ചാർജ് ചെയ്തോളൂ, ഇന്റെ ഫോൺ ഈ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യുള്ളൂ. അത് പഴങ്കൻ ചിന്തയല്ല, അത് പുതിയ ചിന്ത, അതാണ് നല്ല ചിന്ത. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായ ഒരു ഉത്തരം പറഞ്ഞാൽ മതി. ഇതില് ആരാണ് ഫോൺ, ആരാണ് ചാർജർ, ആരാണ് ഇതിന്റെ മാനുഫാക്ചർ, ആരാണ് ഈ ഉപദേശിക്കുന്ന കുട്ടി, ഇത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് ആരോട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫോണിനെ കുറിച്ചുള്ള ഇപ്പൊ പല ആൾക്കാരും പറയാറുണ്ട് ഒരു യൂസർ മാനുവൽ ഇറക്കും. അപ്പൊ നമ്മൾ ഫോൺ മേടിക്കുന്ന സമയത്ത് യൂസർ മാനുവൽ ഉണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം അതിന്റെ പ്രൊഡക്ഷൻ ചെയ്ത് ഇറക്കുന്ന കമ്പനി മാനുഫാക്ചർ നമുക്കൊരു യൂസർ മാനുവൽ തരും. ഈ യൂസർ മാനുവല് നോക്കി ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോണാണോ അതോ നമ്മളാണോ? എപ്പോഴാണ് ഒരു യൂസർ മാനുവൽ ആവശ്യമായിട്ട് വരുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സുന്നത്തും മില്ലത്തും നല്ലോണം മനസ്സിലുറപ്പിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.